എനിക്കും നിങ്ങൾക്കും, വചനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എനിക്കും കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും പൊതുവായിട്ട് വരുന്നൊരു സാധനമാണ് പ്രലോഭനം. ശരിയാണോ? ഈശോയ്ക്ക് പ്രലോഭനം വന്നോ? ഒന്ന്. എന്നാൽ നമുക്കും വരും. ഈശോ അതിനെ അതിജീവിച്ചോ? അതിജീവിച്ചു. അങ്ങനെയെങ്കിൽ ഈശോയിലായിരിക്കുന്ന നമുക്കും പ്രലോഭനത്തെ അതിജീവിക്കാം. അപ്പോൾ അത് വളരെ പ്രാക്ടിക്കലായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞു തരാൻ വേണ്ടി പോകണം. നിങ്ങൾ നോട്ട് ബുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുറിച്ചിടുക. ഇല്ലെങ്കിൽ പിന്നെ വലിയ ചന്ദനാദി എണ്ണയൊക്കെ തേക്കുന്നതുകൊണ്ട് നല്ല ഓർമ്മശക്തി ആയിരിക്കും, കേട്ടിരുന്നാലും മതി. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പോൾ പ്രലോഭനം, സഭ നമ്മളെ പഠിപ്പിച്ചിരുന്നൊരു കാര്യമുണ്ട്. പ്രലോഭനം പാപമല്ല. ശ്രദ്ധിച്ച് കേൾക്കണം. പ്രലോഭനം പാപമല്ല. പ്രലോഭനം വരുമ്പോൾ നമ്മൾ അതിനോട് കൈ കൊടുക്കുമ്പോഴാണ് അതെന്തായി മാറുക? പാപമായിട്ട് മാറുക. ചിലപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ഇങ്ങനെ വന്ന് പറയാറുണ്ട്, അച്ഛാ ഞാൻ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട് അച്ഛാ ഒരു പാപം പോലും ചെയ്യാണ്ട് ജീവിക്കണമെന്ന്. പക്ഷെ പള്ളിയിലിരിക്കുമ്പോൾ പോലും പ്രലോഭനം വരിക. പള്ളിയിലിരിക്കുമ്പോൾ പാപം ചെയ്യാന്നല്ല പറയുന്നത്, പള്ളിയിലിരിക്കുമ്പോഴും പ്രലോഭനം വരും. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, വചനം പറയുന്നില്ലേ വിശുദ്ധ സ്ഥലത്ത് അശുദ്ധ ലക്ഷണങ്ങൾ. നോക്ക്, നിങ്ങൾ പള്ളിയിലിരുന്നാലും നിങ്ങൾക്ക് പ്രലോഭനം വരും. ഇപ്പോൾ ഇവിടെ ഇരുന്ന് ഉറങ്ങാൻ തോന്നണില്ലേ? അതൊരു പ്രലോഭനമാണ്. ഈശോ പറയുന്നുണ്ട് മർക്കോസിന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിൽ, നിങ്ങൾ ഉണർന്നിരിക്കണം എന്നാണ് പറയുക. ഇവിടെ ഇരുന്ന് ഉണർന്നിരിക്കാനല്ല പറയുക, ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം എന്ന് വെച്ചാൽ പ്രലോഭനത്തെ ചെറുക്കാൻ. പ്രലോഭനം വരില്ലെന്നല്ല, നിങ്ങൾ എത്ര വിശുദ്ധ സ്ഥലത്ത് നിന്നാലും പള്ളിയിലിരിക്കുമ്പോൾ പോലും പ്രലോഭനങ്ങൾ വരാം. നോക്ക്, നിങ്ങൾ കഴിഞ്ഞ ആഴ്ച നിങ്ങളുടെ ഇടവക ദേവാലയത്തിൽ പോയി ഫാനിൻ്റെ ലീഫ് നോക്കി. 3 ലീഫേ ഉള്ളൂ. ഈ ആഴ്ച പോയി നോക്ക്. ഈ ആഴ്ച നിങ്ങൾ പോയി നോക്കും. അച്ഛൻ കുർബാന ചെല്ലുന്ന സമയത്ത് നിങ്ങളുടെ വിചാരങ്ങൾ ഉന്നതത്തിലേക്ക് ഉയരട്ടെ എന്ന് പറയുമ്പോൾ 3 ലീഫ് തന്നെയാണല്ലോ. ഇങ്ങനെ നിങ്ങൾ പ്രലോഭിപ്പിക്കും. ചിലപ്പോൾ നിങ്ങൾ അവിടെ അച്ഛൻ്റെ പ്രസംഗത്തിൻ്റെ സമയത്ത് കയറ്റുപായൽ ഇങ്ങനെ വിരൽ ഓടിക്കും. അപ്പോൾ കഴിഞ്ഞ ആഴ്ച കണ്ട ഉറുമ്പ് വരും. പ്രസവിച്ചാ 3 ഉറുമ്പ് കുഞ്ഞുങ്ങളുണ്ടല്ലോ, 2 ആൺകൊച്ചു, ഇരട്ടയാണ്. ഇങ്ങനത്തെ പ്രലോഭനങ്ങളൊക്കെ പിശാച് നമുക്ക് കുർബാനയ്ക്കിടയ്ക്ക് വരെ കൊണ്ടു തരും. നമ്മളതിനെ കോമൺ ആയിട്ട് പറയും, അയ്യോ കുർബാനയ്ക്ക് ഇരിക്കുമ്പോൾ അശ്രദ്ധയാണ്. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, പ്രലോഭനം പാപമല്ല. ആ പ്രലോഭനം വരുമ്പോൾ നമ്മളതിന് കൈ കൊടുക്കുന്നതിനെയാണ് എന്തെന്ന് പറയുക? പാപം എന്ന് പറയുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം നമ്മൾ അതിനെ ചെറുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഉണർന്നിരിക്കുക, ആക്റ്റീവായിരിക്കുക, പ്രാർത്ഥിക്കുക. അതാണ് പ്രധാനപ്പെട്ട കാര്യം. മർക്കോസിൻ്റെ സുവിശേഷം 14-ാമത്തെ അധ്യായം എടുക്കാം. മാർക്ക് ചാപ്റ്റർ 14. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ ഈ 13-ാമത്തെ അധ്യായത്തിൽ ഈശോ ഇങ്ങനെ പല സമയത്തും ഇങ്ങനെ പറയുന്നുണ്ട്, ജാഗരൂകരായിരിക്കണം, മനുഷ്യപുത്രൻ്റെ ആഗമനം എന്നൊക്കെ ഈശോ പറയുന്നുണ്ട്. അതോടൊപ്പം തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് 14-ാമത്തെ അധ്യായത്തിൽ, പ്രത്യേകിച്ച് ഗെത്സമൻ തോട്ടത്തിലെ പ്രാർത്ഥനയുടെ സമയത്ത് ഈശോ തൻ്റെ ശിഷ്യന്മാരോട് പറയുന്ന ഒരു കാര്യമാണ്. 14-ാമത്തെ അധ്യായം 34-ാമത്തെ വാക്യം എല്ലാവരും ചേർന്നൊന്ന് ഉറക്കെ വായിക്കാം. മർക്കോസ് 14:34. അവൻ അവരോട് പറഞ്ഞു, എൻ്റെ ആത്മാവ് മരണത്തോളം ദുഃഖിതമായിരിക്കുന്നു, നിങ്ങൾ ഇവിടെ ഉണർന്നിരിക്കുവിൻ. ഈശോ അവരോട് പറഞ്ഞ 3 ശിഷ്യന്മാരോട്, നിങ്ങളിവിടെ ഉണർന്നിരിക്കണം. എന്തിനാ? ഉത്തരം പറയുന്നവർക്ക് ഒരു കണ്ണട സമ്മാനം. റെയ്ബാൻ കണ്ണട എൻ്റെ അടുത്ത് 2 ഉണ്ട്. എന്തിനാ ഉണർന്നിരിക്കണേ? കുറേ പേര് ഉത്തരം പറഞ്ഞുകൊണ്ട് കണ്ണട ഞാൻ തന്നെ എടുക്കും. നിങ്ങൾക്ക് അത്രയും പറയുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. 38-ാം വാക്യം വായിച്ച്, നിങ്ങൾ പറഞ്ഞ ഉത്തരം അവിടെ കിടക്കുന്നത് 14-38 വായിച്ച്, പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കും. എന്ന് വെച്ചാൽ ഈശോ പറഞ്ഞത്, ഞാനിത് അവിടെ പോയി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിക്കാൻ പോവാണ്, നിങ്ങളതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചോണം, ഇതല്ല ഈശോ പറയുന്നത്. ഉണർന്നിരിക്കണം എന്ന് വെച്ചാൽ ഉറങ്ങാണ്ടിരിക്കാനല്ല ഈശോ പറയുന്നത്. ശരിക്കും ആത്മീയ അർത്ഥം ഉണർന്നിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? പ്രലോഭനത്തിൽ വീഴാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. പ്രലോഭനം വരാതിരിക്കാൻ പ്രാർത്ഥിക്കണം എന്നാണോ പറഞ്ഞത്? അപ്പം ഈശോയ്ക്കും അറിയാം വരും, വന്നാലും വീഴരുത്. വീഴാതിരിക്കാൻ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം എടുക്കാമോ? ഇത് കേട്ടത് പത്രോസ്ലീഹ ആയതുകൊണ്ട് പത്രോസ്ലീഹ തന്നെ അത് സുന്ദരമായിട്ട് പറയുന്നുണ്ട്. 1 പീറ്റർ പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായം. പത്രോസ്ലീഹയുടെ 1-ാമത്തെ ലേഖനം അതിൻ്റെ 5-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ വാക്യം പത്രോസ്ലീഹ ഇത് തന്നെ പറയുന്നുണ്ട്. അവർക്ക് വായിച്ചാൽ, നിങ്ങൾ സമചിത്തതയോടെ ഉണർന്നിരിക്കും. എന്ന് വെച്ചാൽ നിങ്ങളുടെ മനസ്സ്, ശരീരവും ആത്മാവും ഉണർന്നിരിക്കണം. എന്തിനു വേണ്ടിയിട്ടാണ്? നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണം എന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പോൾ ഈശോ പറഞ്ഞു, നിങ്ങൾ ഉണർന്നിരിക്കണം. എന്തിന്? പ്രലോഭനങ്ങളിൽ വീഴാതിരിക്കാൻ. പ്രലോഭനം ആരാ കൊണ്ടുതരുന്നേ? പിശാച് കൊണ്ടുതരികയാണ്. അതുകൊണ്ട് പത്രോസ്ലീഹ പറയാണ്, സമചിത്തതയോടെ ഉണർന്നിരിക്കുക. കാരണം നിങ്ങൾ ഉറങ്ങിയാലും അപ്പുറത്തൊരാൾ ഉണർന്നിരിക്കുകയാണ്. ആര്? അടുത്തിരിക്കുന്നവരോ അല്ല പറയണേ. ഇപ്പം ധ്യാനം കേൾക്കുന്ന സമയത്ത് നമ്മൾ ചിലപ്പോൾ ഉറങ്ങിപ്പോലെ. വചനം കേട്ട് എന്താ ഇത് ഞാൻ പണ്ട് കേട്ടാണല്ലോ ഈ വചനം, നമ്മൾ ഉറങ്ങും. പക്ഷേ ഈ വചനം കേട്ടിട്ട് പോലും ഉറങ്ങാത്ത ഒരാളുണ്ട്. ആര്? പിശാച്. ഇത് കേട്ട് ഉറങ്ങുന്ന നിങ്ങളുടെ അവസ്ഥ ഒന്ന് ഓർത്ത് വയ്ക്കേ. പിശാച് പോലും ചമ്മിപ്പ്, സോറി ഞാനായിരുന്നു ഏറ്റവും വലിയ ക്രൂരൻ എന്നാണ് എൻ്റെ വിചാരം എന്ന് ലൂസിഫർ പറയും. വചനം കേട്ട് ഉറങ്ങുന്നവരെ കണ്ടിട്ട് പിശാച് അങ്ങനെയൊക്കെ പറയുള്ളൂ. ഇനിയെങ്കിലും ഉണർന്നിരി. അച്ഛൻ നിങ്ങളെ കുട്ടിച്ചാത്താന്നാണ് വിളിച്ചത്, ഇച്ചിരി ബിബ്ലിക്കലായിട്ട് അങ്ങ് വിളിച്ചതേ ഉള്ളൂ. പറഞ്ഞേ ഹല്ലേലൂയ. നോക്ക്, കാര്യം പിടികിട്ടുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ? സുവിശേഷം പ്രഘോഷിക്കുന്ന എന്നെയും സുവിശേഷം കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെയും നമ്മളെ എല്ലാം പിശാച് പ്രലോഭിപ്പിക്കും. വീഴാതിരിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം?
അച്ഛനും ചെയ്യണം, നിങ്ങളും ചെയ്യണം. ഉണർന്നിരുന്ന് സമചിത്തതയോടെ പ്രാർത്ഥിക്കണം. കാരണം അപ്പുറത്തൊരാൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്, നമ്മളെ വീഴ്ത്താൻ നല്ല വിഴുങ്ങാൻ അവൻ അലറി നടക്കുകയാണെന്ന്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഒന്ന് വീഴ്ത്തിയാൽ മതി, പിന്നെ നമുക്ക് തിരിച്ചു കയറി വരെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നിങ്ങൾ ആരെങ്കിലും ഇങ്ങനെ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ടോ? ഇങ്ങനെ പാപം ചെയ്യാതിരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ട്? രോഗം മാറാനും കടം മാറാനും വീട് പണിയാനും വീട് മുടിയാനും ഒക്കെ നിങ്ങൾ നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ഈ പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടി അങ്ങനെയുള്ള നിയോഗങ്ങളൊക്കെ വെച്ച് ബലിയർപ്പിച്ചിട്ടൊക്കെ ഉണ്ടോ? നിങ്ങൾ നല്ല പുഴുങ്ങിയ ആത്മീയക്കാരാണ്. അതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കണം. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രലോഭനങ്ങളിൽ അകപ്പെടാതിരിക്കാൻ നമ്മൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു 4-5-6 കാര്യങ്ങൾ പെട്ടെന്നൊന്ന് പറഞ്ഞു തരാൻ പോവാണ്. പ്രാക്ടിക്കലി നമുക്ക് ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ എന്ത് ചെയ്യാൻ പറ്റും? ഒന്നാമത്തെ കാര്യം, നിങ്ങൾ നോട്ട് ബുക്കിലേക്ക് ഒന്ന് കുറിച്ചിടുക, അല്ലെങ്കിൽ മനസ്സിലൊന്ന് സൂക്ഷിച്ചു വെക്കുക. പ്രലോഭനം വരുന്ന സമയത്ത് തന്നെ ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലുക. ഒരു കുഞ്ഞു പ്രാർത്ഥന. നിങ്ങൾ ഒത്തിരി പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്. ഡെലിവറൻസ് പ്രയറുകൾ അറിയാം, ബഹിഷ്കരണ പ്രാർത്ഥനകളൊക്കെ ചിലപ്പോൾ കാണാപ്പാടറിയാം. പ്രലോഭനം വന്നാൽ തന്നെ പ്രാക്ടിക്കലി നമ്മൾ ചെയ്യേണ്ട ഒന്നാമത്തെ കാര്യം ഒരു കുഞ്ഞു പ്രാർത്ഥന പെട്ടെന്ന് ചെല്ലുക. ഇപ്പോൾ ഒരു കുർബാനയ്ക്ക് നിൽക്കുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് ഒരു അശ്രദ്ധ വന്നു. അയ്യോ, പശു എന്നാ ചെയ്ത് കാണും? പശു ഉറങ്ങുമായിരിക്കുമോ? പശു പുല്ലെല്ലാം തിന്ന് കാണുമോ? അങ്ങനത്തെ പ്രലോഭനമൊക്കെ വരുമോ? അറിയത്തില്ല. കുഞ്ഞ് നാട്ടിൻപുറത്തുകാർക്കൊക്കെ ചിലപ്പോൾ അങ്ങനത്തെ വരുമായിരിക്കും. ഇല്ല, നാളെ എന്നാ ചെയ്യേണ്ടതെന്നൊക്കെ ഓർത്ത് ആകുലതകൾ വരുമായിരിക്കും. പഠിക്കുന്ന ഇതിനെക്കുറിച്ച് ആകുലത വരും. നാളെ പരീക്ഷയുണ്ട്, തുണ്ടുകടലാസ് നാളെ എവിടെ വെക്കണം? കഴിഞ്ഞ ദിവസം അത് ഇവിടെയാണ് വെച്ചത്, അത് ടീച്ചർ പൊക്കി, ഇനിയിപ്പോൾ അതെവിടെ വെക്കണം? ഒത്തിരി ആകുലതകളാണ്. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ പ്രലോഭനം ആര് തരുന്നതാണ്? കുർബാനയെ നീ ശ്രദ്ധിക്കാതിരിക്കാൻ വേണ്ടി അവൻ പ്രലോഭനം തരും. നമ്മൾ എന്ത് ചെയ്യണം? വീഴാതിരിക്കണം. അതിപ്പോൾ പള്ളിയിൽ നിൽക്കണമെന്നില്ല, നിങ്ങൾ വീട്ടിലിരിക്കുന്നു, മര്യാദയ്ക്ക് ഇരിക്കുന്നു, ചുമ്മാ നിൽക്കുകയാണ്. ഫോണിൽ ബന്ധുക്കാരെ ഒന്ന് വിളിച്ചേക്കാം, അല്ല ബന്ധുക്കാരെ വിളിക്കത്തില്ലല്ലോ, കൂട്ടുകാരെ വിളിച്ചേക്കാമെന്ന് വിചാരിക്കും. ഫോൺ എടുത്തു, അവരുടെ നമ്പർ തപ്പുന്നതിൻ്റെ ഇടയ്ക്കാണ് പെട്ടെന്ന് ഒരു നോട്ടിഫിക്കേഷൻ കയറി വന്നത്. അതേ ഞെക്കിയപ്പോൾ പിന്നെ അടുത്ത ഞെക്കി. കുറേ കഴിഞ്ഞപ്പോൾ നഖം തേഞ്ഞപ്പോഴാണ് അറിഞ്ഞത് 1.5 മണിക്കൂറായി ഫോണെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. മനസ്സിലാവുന്നുണ്ടോ? ചിലപ്പോൾ പ്രിയപ്പെട്ട ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രാവിലെ വാട്സാപ്പ് സ്റ്റാറ്റസ് കാണാൻ വേണ്ടിയിട്ട് എടുത്തായിരിക്കാം, അല്ലേ? രാവിലെ ശുശ്രൂഷ കണ്ടിട്ട് തന്നെ ഇന്ന് പ്രാർത്ഥിച്ച് തന്നെ ജീവിതം ആരംഭിക്കാം. ആദ്യം തന്നെ വചന ശുശ്രൂഷ അങ്ങ് തുടങ്ങി. വചന ശുശ്രൂഷ തുടങ്ങിയപ്പോൾ യൂട്യൂബിൽ അടുത്ത നോട്ടിഫിക്കേഷൻ വന്നു. ആരെക്കുറിച്ചുള്ള ഗോസിപ്പ്? നിങ്ങൾ ഇന്ന് കണ്ടതൊക്കെ ഓർത്താൽ മതി. അത് കേട്ട് പറമ്പിലെ പശുവൊക്കെ വിളിക്കുക, എന്നെ ഒന്ന് വന്ന് കറക്കോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങൾ ഓർത്തത്, നമ്മൾ ഇവിടെ തന്നെ ഇരിക്കുകയാണ്. ഒത്തിരി പ്രലോഭനങ്ങൾ വരും. ചിലപ്പോൾ നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തെ തടസ്സപ്പെടുന്നത് തന്നെ. എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലുക. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ആത്മീയ രഹസ്യം പറഞ്ഞു തരട്ടെ. ഒന്നാമത്തെ രഹസ്യം ഇതാണ്: എനിക്ക് ഇഷ്ടം പോലെ പ്രലോഭനം വരാറുണ്ട്. എനിക്ക് സന്തോഷമായില്ലേ? ഒത്തിരി പ്രലോഭനം വരാറുണ്ട്. ഞാൻ പ്രാക്ടിക്കലി പറയാണ്. ആദ്യം ചെയ്യേണ്ട ഒരു കുഞ്ഞു പ്രാർത്ഥന. ഞാൻ ചെല്ലുന്ന കുഞ്ഞു പ്രാർത്ഥന എന്നറിയോ? നിങ്ങൾക്കും അറിയാവുന്നതായിരിക്കും. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. ഈശോയെ, ഞാൻ നിന്നിൽ ശരണപ്പെടുത്തും. ജിൻസച്ചന് ഇതിനെ അതിജീവിക്കാൻ ശക്തിയില്ല. ഞാനൊരു പാവച്ചനാണ്, ഞാനൊരു പാവം മനുഷ്യനാണ്. ഈ പ്രലോഭനങ്ങളൊക്കെ വന്നാൽ ഞാൻ ചിലപ്പോൾ വീണു പോകും. അതുകൊണ്ട് എനിക്ക് ഒറ്റ കാര്യമുള്ളൂ: ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. കർത്താവേ, ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു. ഞാൻ ഇത്രയേ ഉള്ളൂ. ഇവിടെ പ്രിയപ്പെട്ട ബെനഡിക്റ്റ് പാപ്പ പറയുന്നൊരു കാര്യമുണ്ട്. എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട പാപ്പയാണ്. പാപ്പ പറയുന്നുണ്ട്, ഈശോയെ ശ്രദ്ധിച്ചേക്കണേ, ഈശോയെ, ചില പ്രലോഭനങ്ങൾ നീ അനുവദിക്കാറുണ്ട്. നീ അനുവദിക്കുന്നത് കുഴപ്പമില്ല. ചിലപ്പോൾ എന്നെ ശുദ്ധീകരിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും നീ ചിലപ്പോൾ വലിയ പ്രലോഭനങ്ങൾ തരുന്നത്, നീ അനുവദിക്കുന്നത്. എന്നാലും ഞാൻ ഇത്ര ഉള്ളെന്ന് നീ ഓർത്തേക്കണം, അത്രയും പ്രലോഭനം എനിക്ക് തരാവുള്ളൂ. കിട്ടുന്നുണ്ടോ? ഒരു മാർപ്പാപ്പ പ്രാർത്ഥിച്ചാണ്, ഈശോയെ, ചില പ്രലോഭനങ്ങൾ എനിക്ക് വേണം, അത് നിന്റെ ഇഷ്ടമായിരിക്കാം. ചില പ്രലോഭനങ്ങളൊക്കെ അതിജീവിച്ചിട്ട് എനിക്ക് ചിലപ്പം നീ ആഗ്രഹിക്കുന്ന ഒരു സ്വർണം പോലെ തിളങ്ങാൻ പറ്റുള്ളായിരിക്കും. പക്ഷേ നിനക്കെന്നെ നന്നായിട്ട് അറിയാലോ, എനിക്ക് താങ്ങാൻ പറ്റുന്ന പ്രലോഭനമൊക്കെ തരാവുള്ളേ. പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സ്വരങ്ങളെ, ചില സമയത്ത് നമ്മളിങ്ങനെ വിചാരിക്കും, ഒത്തിരി കുമ്പസാരങ്ങൾ ഏറ്റു പറഞ്ഞ പാപം നമ്മൾ പിന്നെയും ആവർത്തിക്കുന്നുണ്ടാകാം. ഒരു പ്രലോഭനം വന്നൊന്ന് കൊട്ടി വിളിച്ചാൽ മതി, അപ്പം തന്നെ നമ്മൾ ആമേൻ പറഞ്ഞ് കൈയും കൊടുത്ത് അത് ചെയ്യും, ആ തെറ്റിലേക്ക് പോകും. നിങ്ങൾക്ക് ചില തഴക്കദോഷങ്ങൾ, ചില ദുശീലങ്ങൾ ഓർത്ത് നോക്കി, ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ ഓർത്താൽ മതി. ഓർക്കുമ്പോൾ ചിലപ്പോൾ തല താണു പോകും. സാരമില്ല, പൊക്കി പിടിച്ചോ, നിങ്ങൾ വലിയ പാപികളാണ് നാട്ടുകാർ വിചാരിക്കേണ്ട. എല്ലാവരും തല പൊങ്ങിയല്ല. ഈ പ്രലോഭനം വന്നുകൊണ്ടിരിക്കേണ്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വീഴാതിരിക്കാൻ കുഞ്ഞൊരു പ്രാർത്ഥന. അച്ഛൻ ചെല്ലുന്ന പ്രാർത്ഥന ഇതാണ്: ഈശോയെ, ഞാനെങ്കിൽ ശരണപ്പെടുന്നു. അതാര് പറഞ്ഞ പ്രാർത്ഥനയാണ്? ഈശോ പറഞ്ഞു കൊടുത്തൊരു പ്രാർത്ഥനയാണ്. ആരോട്? ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞു കൊടുത്താണ്. ഈശോയെ, ഞാൻ ഇത്രയേ ഉള്ളൂ, ഐ ട്രസ്റ്റ് ഇൻ യു. നീ എന്നെ സഹായിക്കും, ഈ പ്രലോഭനത്തെ അതിജീവിക്കാൻ നീ എന്നെ സഹായിക്കും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. രണ്ടാമത്തെ ഒരു പ്രാർത്ഥന നിങ്ങൾക്ക് കാണാതെ അറിയാവുന്നതാണ്, ബെസ്റ്റ് പ്രെയറാണ്. എന്താണെന്നറിയോ? ഈശോ പഠിപ്പിച്ച പ്രാർത്ഥന ചെല്ലുക. ഏത് പ്രലോഭനം വന്നാലും സമയമെടുത്ത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന പ്രാർത്ഥന ചൊല്ലുക. അച്ഛാ, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാലോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇതെല്ലാം അറിയാമെന്ന് എനിക്കറിയാം. ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നതേ ഉള്ളൂ. സ്വർഗസ്ഥനായ പിതാവെയൊക്കെ നിങ്ങൾ ചെല്ലാറുണ്ടെന്ന് എനിക്കറിയാം, ജപമാലയിലും കുർബാനയിലും ഒക്കെ. പക്ഷേ പ്രലോഭനത്തെ അതിജീവിക്കാൻ ഏറ്റവും സുന്ദരമായ പ്രാർത്ഥനകൾ ഒന്നാണിത്.
ഈ സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലുന്ന സമയത്ത് തന്നെ എന്താണെന്ന് അറിയോ മനസ്സിലേക്കൊരു ബോധം വരേണ്ടത്, ഈ പ്രലോഭനം തന്ന പിശാചല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ് എൻ്റെ ശരണം. കേട്ടുന്നുണ്ടോ? പ്രലോഭകൻ അപ്പുറം ഇപ്പുറയൊക്കെ നിന്ന് സിംഹത്തെ പോലെ വാ പൊളിച്ച് നിൽക്കും. പക്ഷേ എന്നെ കണ്ടുകൊണ്ട് നിൽക്കുന്ന, ഞാൻ ആശ്രയിക്കുന്ന സ്വർഗസ്ഥനായ ഒരു പിതാവ് എനിക്കുണ്ട്. എനിക്ക് വേണ്ടി എല്ലാം തരുന്ന ഒരു അപ്പൻ എനിക്കുണ്ട്. അതാണ് പ്രാർത്ഥന തുടങ്ങുന്നത് തന്നെ. ഇനി ആ പ്രാർത്ഥനയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം, പ്രലോഭനത്തിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തരുത്, ഇല്ലെങ്കിൽ പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാൻ ഇടയാവരുത്. രണ്ട് തരത്തിലുള്ള ട്രാൻസ്ലേഷൻ നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ നമ്മുടെ സഭയുടെ മതബോധകരെന്ന് കൃത്യമായിട്ട് പറഞ്ഞു തരും, പ്രലോഭനത്തിലേക്ക് കർത്താവ് നമ്മളെ വീഴ്ത്താറില്ല, കർത്താവ് ആരെയും പ്രലോഭിപ്പിക്കില്ല. പക്ഷെ പ്രലോഭനം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അപ്പം നമ്മുടെ പ്രാർത്ഥന ഇങ്ങനെയാണ്, ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാൻ ഇടയാവരുതേ എന്ന പ്രാർത്ഥനയുടെ അർത്ഥം എന്താണ്? കർത്താവേ, പ്രലോഭനം വന്നോട്ടെ, പക്ഷെ അത് ഈ ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറാൻ അനുവദിക്കരുതേ, പ്രലോഭനത്തിലേക്ക് ഞങ്ങളെ ഉൾപ്പെടുത്തരുതേ. മറ്റൊരർത്ഥം, പ്രലോഭനത്തിൽ ഞങ്ങൾ വീഴാൻ ഇടയാവരുതേ. ഇനി ആ ഗേറ്റ് കടന്ന് ഇത് അകത്തേക്ക് വന്നാലും പ്രലോഭിപ്പിച്ചാലും ഞാൻ വീണു പോകാൻ അങ്ങ് സമ്മതിക്കല്ലേ. അതാണ് ആ പ്രാർത്ഥനയുടെ ഒരർത്ഥം. കിട്ടുന്നുണ്ടോ? നമ്മൾ എല്ലാ ദിവസവും പെട്ടെന്ന് പറപ്പിച്ച് ചെല്ലുന്ന പ്രാർത്ഥന ഒന്നാണ്. പക്ഷേ ഏത് പ്രലോഭനം വന്നാലും ആദ്യം ചെല്ലാൻ പറ്റുന്ന സുന്ദരമായ പ്രാർത്ഥന ഒന്നാണത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ. പ്രത്യേകിച്ച് പ്രലോഭനങ്ങളിൽ ഞങ്ങൾ ഉൾപ്പെടുത്തരുതേ, പ്രലോഭനത്തിലേക്ക് ഞങ്ങൾ വീഴാൻ ഇടയാവരുതേ. പ്രലോഭനം വരും, ഞങ്ങൾ അതിലേക്ക് തോറ്റുപോകാൻ അങ്ങ് അനുവദിക്കരുത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ച് ഒന്നാമത്തെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായെന്ന് കരുതുന്നു. രണ്ടാമത്തെ കാര്യമാണ്, നിങ്ങളുടെ കയ്യിൽ വട്ടായിലച്ചൻ്റെ യേശുനാമത്തിൻ്റെ ശക്തി എന്നുള്ള പുസ്തകമുള്ളവരൊക്കെ ഒന്ന് കയർത്തേക്ക്. വട്ടായിലച്ചന് വേണ്ടി ഞാൻ പരസ്യം വെക്കുകയല്ല, ആ പ്രാർത്ഥന പുസ്തകം പരിചയപ്പെടുത്താനുമല്ല, ആ ടൈറ്റിൽ ഒന്ന് പരിചയപ്പെടുത്താനാണ്. എന്താണത്? യേശുനാമത്തിൻ്റെ ശക്തി. അച്ഛൻ ആ പുസ്തകം എഴുതി തയ്യാറാക്കിയത്, വചനം തയ്യാറാക്കിയത് നിങ്ങൾ ശ്രദ്ധിക്കണം. അതിനകത്തൊരു വലിയ ശതമാനം പ്രാർത്ഥനകളും ഈശോയുടെ നാമത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടുള്ള വചനങ്ങളാണ്. ഇല്ലെങ്കിൽ യേശുനാമം, ദൈവത്തിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുമ്പോൾ നമുക്ക് സംഭവിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചാണ്. ചേർത്ത് പറയാം ഹല്ലേലൂയ. അപ്പം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, പ്രലോഭനങ്ങൾ വരുമ്പോൾ, പ്രലോഭകൻ നിങ്ങളെ സമീപിക്കുമ്പോൾ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുക. കാരണം ഫിലിപ്പി 2:10, അവൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ എല്ലാ നാമങ്ങളും മുട്ടുമടങ്ങും. എന്ന് വെച്ചാൽ എന്നെ പ്രലോഭിപ്പിക്കുന്ന പ്രലോഭകൻ, അവൻ എത്ര കൊമ്പുള്ളവനാവട്ടെ, അവൻ എത്ര ഭീകരനാവട്ടെ, യേശുവിൻ്റെ നാമത്തിൻ്റെ മുമ്പിൽ അവൻ്റെ മുട്ടുകൾ മടങ്ങിയേ മതിയാവും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് വിശുദ്ധരൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടത്, യേശു നാമത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പോസ്തലന്മാർ അത്ഭുതം പ്രവർത്തിച്ചെങ്ങനെയാണ്? യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, എഴുന്നേറ്റ് പോവുക. യേശുവിൻ്റെ നാമത്തിലാണ് അടയാളങ്ങൾ, അത്ഭുതങ്ങൾ സംഭവിച്ചത്. അപ്പോസ്തല പ്രവർത്തനം മുഴുവൻ നിങ്ങൾ എടുത്തു നോക്കിയേ. അവർ പ്രസംഗം പറഞ്ഞുകൊണ്ടിരുന്നത്, വചനം പറഞ്ഞുകൊണ്ടിരുന്നത് എല്ലാം ആരുടെ നാമത്തിലാണ്? ഈശോയുടെ നാമത്തിലാണ്. അവർ വചനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പിശാച് ബഹിഷ്കരിക്കപ്പെട്ട് ഇറങ്ങി. അവർ പ്രത്യേകിച്ച് ഡെലിവറൻസ് പ്രയർ ഒന്നും നടത്തിയില്ല. ഈശോയുടെ നാമം പറഞ്ഞെടുത്ത് പിശാചിന് നിൽക്കാൻ പറ്റുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, ഈ 5 മിനിറ്റിൽ ഒരു 10 പ്രാവശ്യം നമ്മൾ ഈശോയുടെ നാമം ഇപ്പോൾ പറഞ്ഞു. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ നമ്മളിപ്പോൾ വന്നവൻ തൊടുന്ന്? കർത്താവിൻ്റെ സ്നേഹം നമ്മളിങ്ങനെ വലയം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് രണ്ടാമത്തെ കാര്യം ഇതാണ്, എന്തൊക്കെ പ്രലോഭനങ്ങളും അതെത്ര മാരകമാവട്ടെ, ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഈശോയെ ഈശോയെ ഈശോ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ഇനി തിന്മ നിങ്ങളെ അങ്ങ് ബുദ്ധിമുട്ടിക്കാണോ? ആജ്ഞാപിക്കണം, യേശുവിൻ്റെ നാമത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. അതിനുവേണ്ടി നിങ്ങളൊരു എക്സോസിസ്റ്റിനെ, ഭൂതോച്ചാടകനായ ഒരു അച്ഛനെ തപ്പി നടക്കണ്ട. മാമോദീസ മുങ്ങിയ നിങ്ങളുടെ മേൽ ഒരു ഉത്തരവാദിത്വവും ഒരു അധികാരമുണ്ട്. എന്താണത്? തിന്മയെ ബഹിഷ്കരിക്കാൻ മാമോദീസ മുങ്ങിയ എല്ലാവർക്കും അധികാരമുണ്ട്, ഉത്തരവാദിത്വമുണ്ട്. കിട്ടുന്നുണ്ടോ? ഈശോയെ ഏറ്റു പറഞ്ഞ് തിന്മയെ തള്ളി പറഞ്ഞുകൊണ്ടാണ് നമ്മൾ മാമോദീസ മുങ്ങിയത്, അല്ലേ? സാത്താനെ, അവൻ്റെ ആഡംബരങ്ങളെയും എല്ലാം ഞാൻ ഉപേക്ഷിക്കുന്നു, യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനും നാഥനുമായി ഏറ്റു പറയുന്നു. മാമോദീസായി കൂടെ തന്നെ ഒരു വലിയ എക്സോസിസം, ഒരു ഭൂതോച്ചാടനം ആരംഭിച്ചു. ആ കൃപ നിങ്ങൾക്ക് കിട്ടി. അതുകൊണ്ട് തിന്മ ഇച്ചിരി ബലം പ്രയോഗിച്ചാൽ അവനെതിരെ ബലം പ്രയോഗിക്കണം. ആരുടെ നാമം ഉപയോഗിച്ച്? യേശു നാമത്തിൽ എനിക്ക് കിട്ടിയ മാമോദീസയുടെ അധികാരത്തിൽ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു, വിട്ടുപോകാൻ പറയണം, പൊക്കോളും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഏറ്റവും നല്ല ഡെലിവറൻസ് പ്രയറുകൾ ഒന്നാണത്. യേശോയുടെ നാമം പറഞ്ഞു, സാത്താൻ മുട്ടുമടങ്ങിയാൽ മതിയോ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കൊണ്ടാണ് അപ്പോസ്തല പ്രവർത്തനത്തിലൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ, പത്രോസിലെ ആദ്യത്തെ പ്രസംഗത്തിൽ പത്രോസിലെ അത്ര വലിയ ധൈര്യത്തോടെ പറയുന്നത്, സ്വർഗത്തിലോ ഭൂമിയിലോ മറ്റൊരാളുടെ പേരിലും അധികാരമില്ല, മറ്റൊരാളുടെ പേരിൽ രക്ഷയില്ല, യേശുവിൻ്റെ നാമത്തിലല്ലാതെ. എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ പണ്ടത്തെ കുഞ്ഞു വീടുകളിൽ നമ്മളിങ്ങനെ പലകയിൽ അടിച്ചൊട്ടിച്ച് വെച്ചിരുന്നു, രക്ഷ ആരിൽ മാത്രം? ഈശോ, ഈ വീടിൻ്റെ രക്ഷകൻ. യേശുവിൽ വിശ്വസിക്കുക, നീയും നിൻ്റെ കുടുംബവും രക്ഷ പ്രാപിക്കും. ഇപ്പം അതൊന്നും ഭിത്തിയിലില്ലല്ലോ, അല്ലേ? ഇല്ലല്ലോ. ഇപ്പം അതൊക്കെ വെച്ചാൽ വീടിന് ഭംഗി കുറവാണ്. പക്ഷേ ഗേറ്റിങ് പട്ടി കൊണ്ട് സൂക്ഷിക്കുക എന്ന് വെക്കാൻ വലിയ ഭംഗിക്കുറവൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ട് സ്വഭാവം മാറി. ഈശോ വീട്ടിലെ രക്ഷകനല്ല, പട്ടി രക്ഷകനായിട്ട് മാറിയപ്പോൾ വീട്ടിലെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കൊരയായി. ഈശോയുടെ നാമം ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. മറ്റൊരു വചനം ഇതിനോട് ചേർത്തെടുത്ത് മത്തായിയുടെ സുവിശേഷം എടുക്കണമെന്നില്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. മത്തായിയുടെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ 21-23 വാക്യങ്ങൾ. ഈശോയുടെ ആ പേരിടണം, അവനെ ഈശോ എന്ന് പേര് വിളിക്കണം. അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. മാലാഖ സന്ദേശം കൊടുക്കുന്നതാണ്. ഈശോ എന്ന പേരിൻ്റെ അർത്ഥം തന്നെ പറയാണ്, ദൈവം രക്ഷിക്കുന്നു, അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കും. അപ്പം നമ്മുടെ പ്രലോഭനങ്ങൾ വരും, നമ്മൾ ആ പാപത്തിലേക്ക് വീണു പോകാതിരിക്കാൻ നമ്മളെ ആരാ രക്ഷിക്കാനുള്ളത്?
ഈശോ. അതുകൊണ്ട് ഈശോയുടെ നാമം വിളിച്ച് പ്രാർത്ഥിക്കുക. 2 കാര്യങ്ങൾ മനസ്സിലുണ്ട്. 1, ഒരു കുഞ്ഞു പ്രാർത്ഥന പെട്ടെന്ന് ചെല്ലുക. 2, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക, അധികാരം ഉപയോഗിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. അവർക്ക് പറയാം ഹല്ലേലൂയ, ശക്തിയോടെ ഹല്ലേലൂയ. 3-ാമത്തെ ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ടതാണ്. എനിക്ക് തോന്നുന്നു കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൺവെൻഷൻ ഞാൻ ഇവിടെ വന്ന സമയത്ത് ഈ വചനം ഞാൻ പറഞ്ഞു എന്ന് എൻ്റെ ഓർമ്മ. 2 മക്കബായർ 8:18 നിങ്ങൾക്ക് കാണാപ്പാട് അറിയാവുന്ന ഒരു വചനമാണ്. പറഞ്ഞേ, നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവൻ തന്നെയും തൻ്റെ അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന സർവശക്തനായ ദൈവത്തിലാണ് നമ്മുടെ പ്രത്യാശ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പം 3-ാമത്തെ കാര്യം ഇതാണ്, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. 1, ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലുക. 2, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. 3, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. എനിക്ക് തോന്നുന്നു നിങ്ങളെല്ലാവരും ഞാനും നമ്മൾ ആദ്യം പഠിച്ച ഡെലിവറൻസ് പ്രെയർ ഏതാണെന്ന് ചോദിച്ചാൽ വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന്, അതാരാ? അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി ആരാണ്? പിശാച്. ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കാം ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആമേൻ. ഇത് പറഞ്ഞുകൊണ്ട് നമ്മൾ അടുത്തിരിക്കുന്നവരെ കുറിച്ചാണോ വരച്ചത്? നമ്മളെ തന്നെ മുദ്രണം ചെയ്ത ആദ്യത്തെ ഡെലിവറൻസ് പ്രെയർ ആണത്. ഏറ്റവും ശക്തമായ ഡെലിവറൻസ് പ്രെയർ. ഒരുപക്ഷെ അപ്പനോ അമ്മോ മടിയിൽ പിടിച്ചിരുത്തിയിട്ട് കുരിശ് വരച്ചു. എന്നിട്ട് അവർക്ക് അറിയാവുന്ന സിമ്പിൾ തിയോളജി നിങ്ങളോട് പറഞ്ഞു, കുരിശ് വരച്ചിട്ട് കടക്ക്, പാക്കാൻ പിടിക്കും അല്ലേ? അങ്ങനെയെങ്കിൽ പാക്കാനെ ഓടിക്കാൻ പറ്റുന്ന ആദ്യത്തെ പ്രെയർ നമ്മൾ പഠിച്ചു. ആ പാക്കാൻ പല രൂപത്തിൽ നമ്മളെ പിടിക്കാൻ വേണ്ടി വന്നു. അവനെ ഓടിക്കാനുള്ള ഏറ്റവും നല്ല പ്രാർത്ഥന ഒന്നാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കുരിശ് വരച്ച് സ്വയം പ്രാർത്ഥിക്കുക. ചേർന്ന് പറയാം ഹല്ലേലൂയ. രാത്രിയിലൊക്കെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ, നിങ്ങൾ അമ്മമാർ അപ്പന്മാരൊക്കെ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് ഞെട്ടി എണീക്കുമ്പോൾ ഒന്നുകിൽ അവർക്കിട്ട് ഒരു പൊട്ടീര് കൊടുത്തിട്ട്, എടാ പിശാച കുരിശ് വരച്ചിട്ടാണ് അവിടെ കടന്നേ എന്ന് ചോദിക്കും. അപ്പോൾ പിശാച് ചോദിക്കും, ഞാനാരാ ചേട്ടാ എന്ന് ചോദിക്കും. ചിലപ്പോൾ കുഞ്ഞുങ്ങളെ തട്ടിയെടുത്ത്, കൊച്ചു പ്രാർത്ഥിച്ചിട്ടാണോ കടന്നേ, കുരിശ് വരച്ചിട്ടാണോ കടന്നേ അല്ലേ നമ്മൾ ചോദിക്കില്ലേ? അപ്പം നമുക്കറിയാം, നമ്മൾ വലിയ തിയോളജി ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമ്മൾ സാധാ വീട്ടമ്മയും വീട്ടപ്പനും അല്ല കുടുംബനാഥനും കുടുംബനാഥയൊക്കെ ആണെങ്കിലും നമുക്കറിയാം ഈ തിയോളജി. കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാൽ സാത്താൻ പോകുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വചനം മനസ്സിൽ ഓർക്കണം. 2 മക്കബായർ 8:18 അല്ലേ? നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനും തന്നെയും തൻ്റെ അങ്കുലി ചലനം. അങ്കുലി എന്ന് വെച്ചാൽ എന്താ? വിരലെന്ന് തന്നെയാണ് അതിന് പറയുന്നത്. നമ്മൾ ഈ വിരൽ ഉപയോഗിച്ച്, ഈ അങ്കുലി ഉപയോഗിച്ച് ചലിപ്പിച്ചുകൊണ്ട് ഒരു പ്രാർത്ഥനയെ ചെല്ലാറുള്ളൂ അല്ലേ? വേറെ ഏതെങ്കിലും പ്രാർത്ഥന ചെല്ലാറുണ്ടോ? ഇത് വെച്ച് നമ്മളിങ്ങനെ നീയാടാ എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ അത് പ്രാർത്ഥനയല്ല, അത് പ്രാക്കാണ്. ഇതുകൊണ്ട് ഒരു പ്രാർത്ഥന നമ്മൾ ചെല്ലാറുള്ളേ, വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താലേ ഞങ്ങളുടെ ശത്രുക്കൾ, എന്ന് വെച്ചാൽ നമുക്കെതിരെ വരുന്ന ശത്രുക്കളെയും ലോകം മുഴുവനും തന്നെയും ഒരു അങ്കുലി ചലനം കൊണ്ട് തറപറ്റിക്കാൻ കഴിയുന്ന പ്രാർത്ഥനയാണ് ഇത്, വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന. കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ ആ കുരിശ് വരയ്ക്കുമ്പോൾ ശരിക്കും എന്നാ സംഭവിക്കുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ മേൽ കുരിശടയാളം നമ്മൾ സ്ഥാപിക്കുകയാണ്. കുരിശടയാളം സ്ഥാപിക്കുന്നത് വെച്ചാൽ ഈശോയുടെ ഒരു അടയാളത്തിൽ നമ്മളെ തന്നെ മുദ്രണം ചെയ്യുകയാണ്. ഇനി നിങ്ങളുടെ മേൽ കുരിശടയാളം വരച്ചെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങളെ പിന്നെ ഒരാളും ഉപദ്രവിക്കാൻ പറ്റില്ല. നിങ്ങളത് എത്രമാത്രം വിശ്വസിക്കുന്നു എനിക്ക് അറിഞ്ഞുകൂടാ. എന്തെങ്കിലും തരത്തിലുള്ള പേടി നിങ്ങൾക്കുണ്ടോ എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ? കുരിശ് വരച്ച് പ്രാർത്ഥിച്ചു. ചില രോഗങ്ങളുണ്ട്, മനസ്സിന് ചില സംഘർഷങ്ങളുണ്ട്, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ഒരാളും നിങ്ങളെ തൊടത്തില്ല. നമ്മളത് ചെയ്യാറുണ്ട്. നമ്മൾ വണ്ടിയൊക്കെ ഓടിക്കാൻ വേണ്ടി വണ്ടി ഓടിച്ച് പോകുമ്പോൾ ആദ്യം നമ്മളൊന്ന് കുരിശ് വരച്ചല്ലേ പോകുന്നത്. എല്ലാം ചെയ്യുമ്പോൾ നമ്മൾ കുരിശ് വരച്ചാണ് പ്രാർത്ഥിക്കുന്നത്. ഇത് എൻ്റെ അമ്മ എന്നോട് ഒന്ന് പറയായിരുന്നു. ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ ധ്യാനിപ്പിക്കാൻ വന്നൊരു അച്ഛൻ, ജൻസൺ അച്ഛൻ, ലാസ്റ്റ് ലൈറ്റിലെ നിലപിടിക്കാനായ ഒരു അച്ഛനാണ്. അപ്പോൾ ജൻസൺ അച്ഛൻ ധ്യാനിപ്പിക്കുക ഞങ്ങളുടെ ഇടവപ്പള്ളിയിൽ. അപ്പോൾ അമ്മ എന്നോട് പറഞ്ഞാണ്, നമ്മളൊക്കെ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ജൻസൺ അച്ഛൻ ധ്യാനം തുടങ്ങുന്നതിന് മുമ്പ് തൊണ്ടയിലും കുരിശ് വരച്ചിട്ട് പ്രാർത്ഥിക്കുന്നു. എന്നുവെച്ചാൽ എന്താ? ഈ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് വേണമല്ലോ വചനം പ്രഘോഷിക്കാൻ. എന്നുവെച്ചാൽ തൊണ്ട പോലും ഒരു തരത്തിൽ അസ്വസ്ഥത തരരുത്. ഇനി തിന്മ ചിലപ്പോൾ വചനം പ്രഘോഷിക്കുന്ന വൈദികൻ്റെ തൊണ്ടയെ അസ്വസ്ഥപ്പെടുത്തിയാലും അത് തൊടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിശുദ്ധ കുരിശിൻ്റെ അടയാളം വരച്ച് പ്രാർത്ഥിക്കുക. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതുകൊണ്ട് ആ പ്രാർത്ഥന ഓർക്കണം. വിശുദ്ധ കുരിശിൻ്റെ പ്രാർത്ഥന ചെല്ലണം, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കണം. അങ്ങനെ അടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ മേലുള്ള അടയാളം ആരുടെ അടയാളമാണ്? ഈശോയുടെ അടയാളമാണ്. നല്ലൊരു വചനം എടുക്കണം. എഫേസോസ് 6:17 എടുക്കാം. എഫേസോസാർക്ക് എഴുതിയ ലേഖനത്തിൽ, എഫേസോസ് അല്ലേ, എനിക്ക് മറവി കൂടിയിട്ടുണ്ട്. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. നന്നായിട്ട് അറിയാവുന്ന വചനങ്ങളൊക്കെ ഇപ്പം മറന്നു പോകുന്നുണ്ട്. എഫേസോസ് 6:17 ഗലാത്യ 6:17. എഫേസോസിലാണ് എല്ലാ ആയുധങ്ങളും ധരിക്കുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നത്. പക്ഷേ ഇവിടെ പൗലോസിലെ മറ്റൊരു കാര്യം നമ്മളോട് പറയും. ഗലാത്യ 6:17 എല്ലാവരും ചേർന്ന് ഉറക്കെ വായിച്ച്, ഇനിമേൽ ആരും എന്നെ ബുദ്ധിമുട്ടിക്കരുത്, എന്തെന്നാൽ ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. വചനം ഒന്നുകൂടെ ശ്രദ്ധിക്കുക. ഇനിമേൽ ആരും എന്നെ
ബുദ്ധിമുട്ടിക്കരുത്. കാരണം എന്താണ്? ഞാൻ എൻ്റെ ശരീരത്തിൽ യേശുവിൻ്റെ അടയാളങ്ങൾ ധരിക്കുന്നു. പൗലോസ്ലേ അത് രണ്ടർത്ഥത്തിൽ പറയുകയാണ്. ഒന്ന്, പ്രധാനപ്പെട്ട ഒരു കാര്യം, പൗലോസ്ലേക്ക് കിട്ടിയ അടി, വേദന, ബന്ധനങ്ങൾ, ചങ്ങല, കാരാഗ്രഹം എല്ലാം പൗലോസ്ലേ പറയുന്നുണ്ട്. ഇത് ക്രിസ്തു സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് ഞാൻ എൻ്റെ ശരീരത്തിൽ ഏറ്റെടുക്കുകയാണ്. ഈശോയുടെ പീഡകളുടെ ഒരു അടയാളം എൻ്റെ ശരീരത്തിലുണ്ട്. മറ്റൊരർത്ഥം ഇങ്ങനെയാണ്, കുരിശിൽ രക്ഷ പ്രാപിച്ചു. കൊളോസ്യോസുകാർക്ക് എഴുതിയ ലേഖനം 2:15 പറയുന്നുണ്ട്, ഈ കുരിശിൽ അവൻ സകല തിന്മയെയും സകല അപഹാസ്യങ്ങളെയും അവഹേളന പാത്രങ്ങളാക്കി, തിന്മയെ അവൻ ഇല്ലാതാക്കി, കുരിശിൽ അവൻ വിജയം നേടി. ആ കുരിശടയാളം ഞാൻ എൻ്റെ മേൽ വരയ്ക്കുമ്പോൾ എന്നെ ഇനി ഒരാളും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. കാരണം ഈശോയുടെ പീഡാസഹനത്തിൻ്റെ അടയാളം മാത്രമല്ല, ആ പീഡകൾ അവൻ ഏറ്റെടുത്ത കുരിശടയാളം കൂടെ വരയ്ക്കുമ്പോൾ ഞാൻ ക്രിസ്തുവിൻ്റെ അടയാളത്തിൽ മുദ്രിതനായക്കപ്പെട്ടിരിക്കുന്നു. എന്നെ ഇനി ഒരാളും ബുദ്ധിമുട്ടിക്കരുത്, ബുദ്ധിമുട്ടിക്കില്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. കാര്യം പിടികിട്ടുന്നുണ്ടോ? വിശുദ്ധ കുരിശ് വരച്ച് പ്രാർത്ഥിച്ചാൽ ഡിവൈൻ പ്രൊട്ടക്ഷനാണ്, കുരിശിൻ്റെ സംരക്ഷണം തന്നെയാണ്. കുരിശ് കണ്ടാൽ സാത്താൻ എന്ത് ചെയ്യും? ഓടിയേ മതിയാവും. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പറയുന്നുണ്ട്, വിശുദ്ധ കുരിശ് എടുത്ത് നടക്കുന്നവരെ, കുരിശ് പിടിച്ച് നടക്കുന്ന ആൾക്കാരെ കണ്ടില്ലേ? നിങ്ങൾ ഓർക്കുന്നില്ലേ? കുറച്ച് നാളുമ്പോൾ നമ്മുടെ ഈ വർഷത്തെ നമ്മുടെ ഇവിടുത്തെ കൺവെൻഷന് ആദ്യ ദിവസം നമ്മുടെ ജോൺ ബോൾ ബ്രദർ വന്ന് ഓർക്കുന്നുണ്ടോ? എൻ്റെ ദൈവമേ, വന്നത് ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നില്ല, ഇതിലെ കൂടെ ഓടിയത് ഓർക്കുന്നുണ്ടോ? ആ മനുഷ്യൻ അങ്ങനത്തെ ഒരു മനുഷ്യനാണ്. നിന്ന് പ്രസംഗിക്കാനുള്ള കൃപ കിട്ടിയിട്ടില്ല, ഓടി പ്രസംഗിക്കുക. പരിശുദ്ധാത്മാവ് നിലത്ത് നിർത്താത്തതുകൊണ്ട് ഓടി നടന്ന് പ്രസംഗിക്കാം. അപ്പോൾ കുരിശിട്ട് നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? എൻ്റെ കൊതി കൊണ്ട് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, കൺവെൻഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അഭിഷേക പ്രാവശ്യം നല്ലായിരുന്നോ? ആ കൺവെൻഷന് ശേഷം കുരിശെടുത്ത് കൈപ്പിടിച്ച് നടക്കാൻ തുടങ്ങി വരുന്ന കീർത്തിക്ക് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞിരിക്കാം. സംഭവം കൺവെൻഷൻ നന്നായിരുന്നു, കൺവെൻഷൻ നന്നായിരുന്നു. പക്ഷെ നമ്മൾ മറ്റേതൊരു കൺവെൻഷൻ പോലെ ആ കൺവെൻഷൻ ചിലപ്പോൾ പുറത്ത് അസാമാന്യമായൊരു ധൈര്യം വേണം അതിന്. ശരിയല്ലേ? നമുക്ക് കൊന്തയെടുത്ത് കഴുത്തേടാൻ വരെ മടിയുള്ള ടീമുകളാണ് നമ്മൾ. ബൈബിൾ എടുത്തുകൊണ്ട് ഒരു കൺവെൻഷൻ പോകാൻ വേണ്ടി മടിയുള്ളവരാണ്. കാരണം ഭാരം കൂടി ഒരു സൈഡിലേക്ക് അങ്ങനെ ചെരിഞ്ഞു പോയാലോ, കേരളത്തിൽ ഒരാൾ മാത്രം തോളി ചെരിഞ്ഞാൽ മതി എന്ന അഭിപ്രായമുള്ളവരാണല്ലോ നമ്മൾ. ബൈബിളും കൊണ്ടുവരത്തില്ല, ഇങ്ങനെ നടക്കും നമ്മൾ. എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, അസാമാന്യം ഒരു ധൈര്യം വേണം. ആ ധൈര്യത്തിൽ കർത്താവ് നമ്മൾ പ്രചോദിപ്പിക്കുകയാണ്. ഈ കുരിശ് വഹിക്കുന്നവനെ കർത്താവ് വഹിച്ചോളും, ഉറപ്പാണ്. ജെറുസലേമിലെ വിശുദ്ധ സിറിൽ പറയാണ്, കുരിശെ നോക്കി ധ്യാനിക്കുന്നവനെ പിന്നെ പിശാച് നോക്കത്തില്ലെന്ന്. കുരിശ് നോക്കി ധ്യാനിക്കുന്നവനെ പിന്നെ പിശാച് നോക്കത്തില്ല. കാരണം കുരിശ് കാണുമ്പോൾ അവൻ ഭയപ്പെട്ട് ഓടുന്നു. കാരണം അവൻ്റെ സാമ്രാജ്യത്തെ തകർക്കാൻ കാരണമായ കുരിശാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളുടെ ഒരു ധ്യാനത്തിൽ ഞങ്ങളുടെ ഒരു ആത്മീയ ഗുരു ധ്യാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞാണ്, ഞങ്ങൾ അച്ഛന്മാരോട് പറഞ്ഞാണ്, പുരോഹിത, നീ ആകാശത്തിൽ നെടുകയും കുറുകയും വരയ്ക്കുന്ന ഒരു വരയ്ക്ക് സാത്താൻ്റെ കോട്ടകളെ ചിതറിക്കാനുള്ള ശക്തി ഉണ്ടെന്ന് നീ മറക്കരുത്. ശ്രദ്ധിച്ച് കേൾക്ക്, പുരോഹിത, നീ ആകാശത്തിൽ നെടുകയും കുറുകയും വരയ്ക്കുന്ന ഒരു വരയ്ക്ക് സാത്താൻ്റെ കോട്ടകളെ തകർക്കാനുള്ള ശക്തിയോടെ നീ മറക്കരുത്. അത് പുരോഹിതനോട് മാത്രമല്ല, ശുശ്രൂഷ പൗരോഹിത്യത്തിൽ ഇരിക്കുന്ന വൈദികനോട് മാത്രമല്ല, രാജകീയ പൗരോഹിത്യം സ്വീകരിച്ച മാമോദീസ മുങ്ങിയ ഓരോ കുഞ്ഞുങ്ങളും ഓർക്കേണ്ടതാണ്, നമ്മളൊന്ന് കുരിശടയാളം വരച്ച് പ്രാർത്ഥിച്ചാൽ അത് സാത്താൻ്റെ കോട്ട ഇളക്കുന്ന പ്രാർത്ഥനയാണ്. തിന്മ നിൽക്കില്ല, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുക. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പൗലോസ് മറ്റൊരു എഴുത്തിൽ ഇങ്ങനെ പറയുന്നില്ലേ, റോമാക്കാർക്ക് ലേഖനത്തിൽ തന്നെ ഇങ്ങനെ പറയുന്നില്ലേ, എൻ്റെ പഴയ മനുഷ്യനെ ഞാൻ ക്രിസ്തുവിനോട് ചേർത്ത് ക്രൂശിച്ചിരിക്കുന്നു. ഞാൻ മറ്റൊന്നിലും ഇനി മേന്മ ഭാവിക്കുന്നില്ല ക്രിസ്തുവിൻ്റെ കുരിശിലല്ലാതെ. കാരണം എനിക്ക് മേന്മ നൽകുന്നതും എനിക്ക് അനുഗ്രഹം നൽകുന്നതും എല്ലാ അനുഗ്രഹങ്ങളുടെയും വഴി തുറക്കുന്നതും ഈ കുരിശാണ്, കുരിശടയാളമാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും കുരിശടയാളം വരച്ചുകൊണ്ട് നമ്മൾ ആരംഭിക്കുന്നത്, കുരിശ് വരച്ചൊക്കെ നമ്മൾ അവസാനിപ്പിക്കുന്നത്. നമ്മൾ വൈകുന്നേരം നമ്മുടെ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് നമ്മൾ പറയുന്ന പേരെന്താ? വരൂ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ഇരിക്കാം എന്നാണ് പറയുന്നത്, കുരിശ് വരയ്ക്കാം. പക്ഷേ കുരിശ് വര മാത്രമാണോ ഉള്ളത്? അല്ല. എന്നാൽ നമുക്കറിയാം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഏറ്റവും ബേസായ കാര്യമാണ്, സിമ്പിൾ കാര്യമാണ്, കുരിശ് വരയ്ക്കണം എന്നുള്ളത്. വീട്ടിൽ കുരിശ് വര ഇല്ലാത്ത വീടുകൾ പല വരയും വരയ്ക്കേണ്ടി വരും. പ്രാർത്ഥന തുടങ്ങിക്കോണം, നിന്ന് പോയതൊക്കെ വീണ്ടും ആരംഭിച്ചോണം, കുരിശ് വര റീസ്റ്റാർട്ട് ചെയ്തോണം. രണ്ട് കാര്യങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെ സ്വർഗ്ഗത്തിലെ മറ്റൊരു കാര്യമാണ്, നാലാമത്തെ കാര്യം. നിങ്ങളിത് മടുക്കുന്നുണ്ടോ? അല്ലോ, അച്ഛനോട് ചോദിക്കണ്ട മടുക്കുന്നുണ്ടോ എന്ന്, എനിക്കിത് കേൾക്കുന്നത് ഇഷ്ടമല്ല. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. നാലാമത്തെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ചിലപ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു സഹായമാണ്, കാവൽ മാലാഖയുടെ സഹായം. ഇന്ന് പറഞ്ഞതെല്ലാം സിമ്പിളാണെന്ന് കരുതുന്നു, നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആക്കാണ്ടിരുന്നാൽ മതി. എന്തൊക്കെ ആദ്യം പറഞ്ഞേ? ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലുക. 2, ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുക. 3, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. 4, നമ്മുടെ പ്രിയപ്പെട്ട ഒരു കൂട്ടുകാരനെ കൂട്ടുപിടിക്കുക. ചിലപ്പോൾ നമ്മളത് മൈൻഡ് ചെയ്യില്ല. ആരാണത്? കാവൽ മാലാഖയോട് സഹായം ചോദിക്കുക. ഞങ്ങൾ സെമിനാരി പഠിക്കുന്ന സമയത്ത് ഞങ്ങളുടെ ആദ്യത്തെ വർഷം മുതൽ എല്ലാ ദിവസവും രാത്രി ഞങ്ങളെക്കൊണ്ട് അച്ഛന്മാർ പ്രാർത്ഥിപ്പിച്ചിട്ട് കിടക്കുന്ന ഇങ്ങനെയാണ്, കാവൽ മാലാഖയോടുള്ള ജപം, ഗാർഡിയൻ ഏഞ്ചലിനോടുള്ള പ്രാർത്ഥന ചൊല്ലിപ്പിച്ചിട്ട് കിടത്തുള്ളൂ. ഞങ്ങൾക്ക് ചെറുപ്പം മുതലുള്ള സെമിനാരിലെ ചെറുപ്പം മുതലുള്ള ഒരു പ്രാർത്ഥനയാണ് മാലാഖയോട്. നിങ്ങൾ ആരെങ്കിലുമൊക്കെ കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കുന്നുണ്ടോ എല്ലാ ദിവസമൊക്കെ? അത് കാവൽ മാലാഖ നിങ്ങളോട് പ്രാർത്ഥിക്കണോ? മര്യാദക്കൊക്കെ ജീവിക്കുന്നു. കാവൽ മാലാഖയോട് പ്രാർത്ഥിക്കണം. വചനം ഇങ്ങനെ പറയുക, അതിൻ്റെ ഒരു അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത്,
അപ്പോസ്തല പ്രവർത്തനം 5-ലാണെന്നാണ് എൻ്റെ ഓർമ്മ. പത്രോസ്ലിഹായെ കാരാഗൃഹത്തിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. ആര്? ദൂതൻ പുറത്തേക്ക് ഇറക്കുന്നുണ്ട്. എന്നിട്ട് പിന്നീട് നമ്മളിങ്ങനെ കാണുന്നുണ്ട് മറ്റൊരു സന്ദർഭത്തിൽ ഈ പത്രോസ്ലിഹായാണെന്ന് വിചാരിക്കുന്നുണ്ട് ആരോ, ദൂതനെ കണ്ടിട്ട് ഇങ്ങനെ മാറിപ്പോകുന്നുണ്ട്. ഇത് പത്രോസ് ആണെന്ന് ചിന്തിക്കുകയാണ് മാലാഖയെ കണ്ടിട്ട്. അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മുടെ കാവൽ മാലാഖ ആരെപ്പോലെ ഇരിക്കും? നമ്മളെപ്പോലെ ഇരിക്കും. അയ്യോ, എന്തൊരവസ്ഥയായിരിക്കും ആ കാവൽ മാലാഖ എന്ന് വെച്ചാൽ അത്രയും നമ്മളോട് ചേർന്ന് നിൽക്കുന്ന ആളാണ് നമ്മുടെ കാവൽ മാലാഖ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ടാണ് ഈശോ പറയുന്ന ഒരു വചനം നിങ്ങൾ ഓർത്തേ, ഈ ചെറിയവരിൽ ഒരുവനെ പോലും നിന്ദിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. കാരണം എന്താണ്? അവർക്ക് വേണ്ടി അവരുടെ ദൂതന്മാർ പിതാവിൻ്റെ സന്നിധിയിൽ അവർക്ക് വേണ്ടി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ അടുത്തുള്ള ഒരാളെ നമ്മൾ ബുദ്ധിമുട്ടിച്ചാൽ നമ്മളെ ആര് നോട്ടമിടും? അവരുടെ കാവൽ മാലാഖ നോട്ടമിടും. ദാനിയേൽ പ്രവാചക പുസ്തകം 10-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇപ്പോൾ ആ പേർഷ്യയുടെ ദൂതൻ നമുക്കെതിരെ യുദ്ധം ചെയ്യുന്നു, നിനക്ക് വേണ്ടി നിൻ്റെ കൂടെ യുദ്ധം ചെയ്യാൻ ഞാൻ നിൻ്റെ കൂടെ നിൽക്കുകയാണെന്ന് മാലാഖ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഒരു ദൂതനെ കർത്താവ് നമുക്ക് സഹായത്തിന് തന്നിട്ടുണ്ട്. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ട സ്വരങ്ങളെ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രലോഭനങ്ങൾ മാത്രമല്ല, ചില സഹനങ്ങൾ, ചില സങ്കടങ്ങളൊക്കെ മാറാൻ വേണ്ടി പ്രാർത്ഥിക്കും. ചില പ്രാർത്ഥനകൾ കണ്ടിട്ടില്ലേ, ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ നിങ്ങൾക്കുണ്ടോ? എനിക്ക് കുറേ എണ്ണമുണ്ട്. ചില പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടില്ല. ഈശോയ്ക്ക് പോലും സങ്കടം വന്നോ എന്ന് അറിയത്തില്ല. പക്ഷെ ചോദിച്ചു ഈശോ, പിതാവേ കഴിയുമെങ്കിൽ ഈ പാനപാത്രം നീക്കിക്കളയുക. നീങ്ങിയോ? ഇല്ല. പക്ഷെ ഒരു അത്ഭുതം അവിടെ സംഭവിച്ചു. എന്താണ് ഒരു അത്ഭുതം? ദൂതന്മാർ വന്നിട്ട് അവനെ ശക്തിപ്പെടുത്തി എന്ന് പറയുക. മാനുഷികമായിട്ടുള്ള രീതി വായിച്ചാൽ മതി. ദൂതന്മാർ വന്നവനെ ശക്തിപ്പെടുത്തി. എന്തിന്? ഒരു പക്ഷേ ഈ പാനപാത്രം കുടിക്കാൻ, സഹനത്തിൻ്റെ ഈ കുരിശിന് വഴി നടക്കാൻ, മരണത്തെപ്പോലും കണ്ണുമുട്ടാൻ, ചതിക്കപ്പെടാൻ, എല്ലാ വേദനകളെ അതിജീവിക്കാൻ ഈശോയ്ക്ക് മാനുഷികമായ രീതിയിൽ ശക്തി കൊടുക്കുകയാണ് ആര്? മാലാഖമാർ. പാനപാത്രം മാറിയില്ല, പക്ഷെ പാനപാത്രം കുടിക്കാനുള്ള ശക്തി കൊടുക്കുകയാണ്. ആര് കൊടുത്തു? മാലാഖമാർ കൊടുക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നോക്ക്, നമ്മുടെ കുഞ്ഞു ജീവിതം ഇപ്പോൾ ഈ ഒരു ദിവസത്തെ ഒരു മണിക്കൂറിലെ ഒരു ധ്യാനം കൂടി എല്ലാ പ്രശ്നങ്ങളും ചിലപ്പോൾ മാറണമെന്നില്ല. ചില പ്രശ്നങ്ങൾ ചിലപ്പോൾ ഒരു 150 ധ്യാനം കൂടിയാലും മാറണമെന്നില്ല. എന്നെ തുറച്ചു നോക്കാതെ, ഞാൻ ഒരു വാസ്തവം പറയുമല്ലേ, ശരിയാണല്ലോ. ചിലത് മാറില്ല. ഇത്രയും കാലമായിട്ട് മാറുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള ധൈര്യം ഉണ്ടെന്ന് എനിക്കറിയില്ല. ഈശോയോട് പറയണം, കുഴപ്പമില്ലെന്ന് പറയണം, കുഴപ്പമില്ലെന്ന് പറയണം. ആ സമയം മുതൽ ഈ പാനപാത്രം കുടിക്കൽ കുറച്ചുകൂടി എളുപ്പം. അല്ലെങ്കിൽ നമുക്കിങ്ങനെ ദുഃഖവും പരാതിയായിരിക്കും. ഇത് മാറുന്നില്ല, ഇത് മാറരുത് എന്നാണ് കർത്താവിൻ്റെ ഹിതമെങ്കിലോ. ബെനഡിക്റ്റ് പാപ്പ പ്രാർത്ഥിച്ച പ്രാർത്ഥന ഒന്നുകൂടെ ഓർക്കുക. ഞാനിത് കടന്നു പോകണമെന്നുള്ളതാണ് നിന്റെ ഹിതമെങ്കിൽ ലെറ്റ് ഇറ്റ് ബി, അങ്ങനെ ആയിക്കോട്ടെ. ചില പാനപാത്രം അങ്ങനെയുണ്ട്, നിങ്ങൾക്കുണ്ട്, എനിക്കുണ്ട്, ചിലർക്ക് 2-3 എണ്ണം വെച്ചൊക്കെ ഉണ്ട്. ഇത് നമ്മൾ കുടിച്ചിട്ടേ പറ്റുള്ളൂ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ കുടിച്ചത് പൂർത്തിയാക്കാൻ പറ്റുള്ളൂ എന്നാണ് ദൈവഹിതമെങ്കിൽ അത് കുടിച്ച് പൂർത്തിയാക്കാൻ നിങ്ങൾ തയ്യാറെടുക്കണം. അങ്ങനെ തയ്യാറെടുക്കുന്ന സമയം മുതൽ സ്വർഗത്തിൽ നിന്ന് ദൂതന്മാർ വന്ന് നമ്മളെ ശക്തിപ്പെടുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഈ അടുത്തിടയ്ക്ക് ഒരു കുഞ്ഞു ടോക്കിൽ പറഞ്ഞൊരു കാര്യമാണ് റിപ്പീറ്റേഷൻ. നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ ഒരു ഇതായിട്ട് എടുക്കണ്ട, മിക്കവരും എന്നെ കേൾക്കാറില്ലാത്തതുകൊണ്ട് ഞാൻ പറയാം. ഈ ഫൗസ്റ്റീനാമ്മയോട്, നമ്മുടെ പ്രിയപ്പെട്ട ഫൗസ്റ്റീനാമ്മയോട് നോമ്പുകാലം തുടങ്ങുന്ന സമയത്ത് ഈശോ ഇങ്ങനെ പറയാണ്, മോളെ എനിക്ക് നിന്നോടൊരു കാര്യം പറയാണ്ടെന്നു. ഈശോയുടെ മക്കളെല്ലാവരും ഇത് കേട്ടോ, നിങ്ങൾക്ക് ഈ അനുഭവം ഉണ്ടാവും. നോമ്പുകാലം തുടങ്ങുന്ന സമയത്ത് ഫൗസ്റ്റീനാമ്മയോട് ഈശോ പറയാണ്, ഞാൻ നിന്നെ എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. എവിടെയാണ് ചേർക്കാൻ പോകുന്നത്? ഞാൻ നിന്നെ എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർക്കാൻ പോവാണ്. അഡ്മിഷൻ കിട്ടിയവരൊക്കെ ഒന്ന് കൈ ഉയർത്താമോ? ചിലർ LKG-യിലാണ്, ചിലർ 10-ാം ക്ലാസ്സിലൊക്കെയാണ്. ഈശോയുടെ സഹനത്തിൻ്റെ സ്കൂളിൽ നമ്മളെല്ലാവരും ഉണ്ട്. നിങ്ങൾ പോവണ്ടെന്ന് ആഗ്രഹിച്ചാലും പേരൻസ് നിങ്ങളെ സ്കൂളിൽ കൊണ്ട് വിട്ടില്ലേ? മമ്മി ഞാനില്ല മമ്മി എന്ന് പറഞ്ഞാലും മമ്മി തല്ല് തന്നിട്ട് സ്കൂളിൽ കൊണ്ടുവിടും. അതുപോലെയാണ് ഈശോ. സഹനം വേണ്ടാന്ന് പറഞ്ഞാലും നിങ്ങൾ അഡ്മിഷന് കമ്മീഷൻ കൊടുത്തില്ലെങ്കിലും ഈശോ ഫ്രീ ആയിട്ട് നിങ്ങൾക്കൊരു സീറ്റ് തന്നിട്ടുണ്ടാവും. സഹനത്തിൻ്റെ സ്കൂൾ. ഫൗസ്റ്റീനാമ്മയോട് പറഞ്ഞാണ്, നിന്നെ ഞാൻ എൻ്റെ സഹനത്തിൻ്റെ സ്കൂളിൽ ചേർക്കും. എന്നിട്ട് അവിടുത്തെ സിലബസ് എന്നാന്ന് ഈശോ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. എന്താ സിലബസ് എന്നറിയോ? എങ്ങനെ സഹിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. അതാണ് ആ സ്കൂളിൻ്റെ പ്രത്യേകത. സഹനം മാറ്റുന്ന സ്കൂളല്ല, എങ്ങനെ സഹനം മാറ്റിയെടുക്കാം, സഹനം മാറ്റാനുള്ള 3 പ്രാർത്ഥന, സഹനം മാറ്റാനുള്ള 3 ജപങ്ങൾ, ഇതൊന്നും അല്ല ആ സ്കൂളിൽ പഠിപ്പിക്കുന്നത്. ഈശോ ഫൗസ്റ്റീനാമ്മയോട് പറയാണ്, എങ്ങനെ സഹിക്കണമെന്ന് ഞാൻ നിന്നെ പഠിപ്പിച്ചു തരാം. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, നിങ്ങൾ എത്രാം ക്ലാസ്സിലെത്തിയെന്ന് എനിക്കറിയില്ല. ഈശോ പഠിപ്പിച്ച് ചിലർ LKG തന്നെ കിടക്കുന്നുണ്ട്. എത്ര പഠിപ്പിച്ചിട്ടും ഇതിനകത്തെ ആത്മീയ രഹസ്യം മനസ്സിലാകുന്നില്ല. ചിലർ 1-ാം ക്ലാസ്സിലെ സഹനം മാത്രം കിട്ടേണ്ടവർ 10-ാം ക്ലാസ്സിലേക്ക് മേടിച്ചിങ്ങനെ വിഷമിച്ച് നിൽക്കുന്നുണ്ട്. ഫൗസ്റ്റീനാമ്മ ഈശോയോട് പറയുന്നത് എന്നാണെന്നറിയോ? ഈശോയെ ഇഷ്ടം പോലെ സഹനം എനിക്ക് ഇപ്പോഴേ ഉണ്ടല്ലോ, എന്നാലും ശ്രദ്ധിച്ച് കേൾക്ക്. ഫൗസ്റ്റീനാമ്മ പറയാണ്, നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും റെഡിയാണ്. നീ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എന്തിനും റെഡിയാണ്. നോക്ക്, എനിക്കും വരാം, നിങ്ങൾക്കും വരാം. ആഗ്രഹിക്കാതെ സഹനത്തിൻ്റെ സ്കൂളിലേക്ക് നമ്മളെ കയറ്റിവിടും. നമ്മൾ ഇതല്ല പ്രതീക്ഷിച്ചത്.
നിങ്ങൾ കല്യാണം കഴിച്ച ഒരു കുടുംബജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിച്ചത് സന്തോഷമായിരിക്കും. പക്ഷേ ഒരു സഹനത്തിന് സ്കൂളിലേക്കായിരിക്കും ഈശോ കൊണ്ടുവിട്ടത്. കുഞ്ഞു മക്കൾ, യുവജനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കുന്നു, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ നല്ല രീതിയിൽ പഠിക്കണം നിങ്ങൾ ആഗ്രഹിച്ചു, നല്ലപോലെ ജീവിക്കണം എന്ന് ആഗ്രഹിച്ചു. ഒരു തെറ്റായ കൂട്ടുകെട്ടി പെട്ടുപോയി, ചീത്ത ബന്ധത്തിലേക്ക് വീണുപോയി, ആഗ്രഹിച്ചതല്ല. ലഹരിയുടെ പിടിയിലേക്ക് വീണുപോയി, ആഗ്രഹിച്ചതല്ല. ഈശോയെ, ഇതെന്തിനാണ് ഇങ്ങനെ നമ്മൾ ചോദിക്കുക. സഹനത്തിൻ്റെ സ്കൂളിൽ നീ എന്തിനെന്നെ ചേർത്തു? ചിലപ്പോൾ മക്കളെ ഓർത്ത് ചങ്ക് പൊട്ടുന്ന മാതാപിതാക്കളുണ്ടാവും, കൈവിട്ട് പോയ മക്കളെ ഓർത്ത് നിലവിളിക്കുന്ന മാതാപിതാക്കളുണ്ടാവും. നിങ്ങൾ ചോദിക്കുക, ഈശോ എന്തിനാ എൻ്റെ ഈശോയെ ഇത്രയും പള്ളിയിലൊക്കെ വരുന്ന പ്രാർത്ഥിക്കുന്ന വചനം കേൾക്കുന്ന എൻ്റെ വീട്ടിൽ ഇങ്ങനെ ഒരു അനുവാദം, ഇങ്ങനൊരു സഹനത്തിന് നീ അനുവാദം കൊടുത്തത്? ഈശോ പറയാണ്, എൻ്റെ കുഞ്ഞെ, നിന്നെ ഞാൻ എൻ്റെ സ്കൂളിൽ ചേർത്തു. നമ്മൾ പറയാണ്, വേണ്ട, ഞാൻ പോവാണ്, എനിക്ക് ഇത്രയും പഠിച്ചാൽ മതി. വിടത്തില്ല ചിലരെ വിടത്തില്ല ഈശോ. ഭയങ്കര സ്നേഹം തന്നുകൊണ്ട് പഠിപ്പിക്കും. നീ ഡിഗ്രി എടുത്തിട്ട് പോയാൽ മതി എന്ന് പറയും. മടുത്തു എന്ന് പറഞ്ഞാലും പിന്നെ എംപോസിഷൻ തന്നോണ്ടിരിക്കും. എളുപ്പം എന്നാന്നറിയോ ഈ സ്കൂളിൽ പഠിക്കാൻ? പറഞ്ഞേക്കുക, ഐ ആക്സെപ്റ്റ്, ഐ സറണ്ടർ. നീയാണ് പഠിപ്പിക്കുന്നതെങ്കിൽ, പഠിപ്പിക്കുന്ന നീ ട്യൂഷൻ എടുക്കുമെങ്കിൽ, പഠിപ്പിക്കുന്ന നീ എനിക്ക് വേണ്ടി ചില ഹോംവർക്കുകളൊക്കെ ചെയ്ത് തന്നിട്ടുള്ളതുകൊണ്ട് നീ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഞാൻ എല്ലാത്തിനും റെഡിയാണ് കർത്താവ് എന്ന് പറയണം. അത് പറയുന്ന സമയം മുതൽ LKG പഠിക്കുന്നവർക്ക് വരെ 10ാം ക്ലാസ്സിൻ്റെ സർട്ടിഫിക്കറ്റ് കർത്താവ് എടുത്തരും. പറഞ്ഞേക്കുക. അല്ലാണ്ട് എനിക്ക് ഈ സഹനം മാറണം പറഞ്ഞിട്ട് കാര്യമില്ല, ഇത് പോകുന്നില്ലല്ലോ അല്ലേ? ഇപ്പം ഈ സമയം പറ, ഐ സറണ്ടർ, കർത്താവ് ഞാൻ സമ്മതിക്കുന്നു, എനിക്കിങ്ങനെ ഒരു ജീവിത പങ്കാളിയുടെ കൂടെയാണോ ഈ സഹനത്തിൻ്റെ സ്കൂളിൽ നീ അഡ്മിഷൻ തന്നത്? ഐ അക്സെപ്റ്റ്. ഇങ്ങനെ വേദനിപ്പിക്കുന്ന ഒരു മകൻ്റെ അമ്മയാവാൻ, അപ്പനാവാനാണോ ഞാൻ വിധിക്കപ്പെട്ടത്? അതിനാണോ നീ അനുവദിച്ചത്? ഐ അക്സെപ്റ്റ്. ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കൂട്ടിൻ്റെ കൂട്ടത്തിലാണോ എന്നെ വിട്ടത്? ഐ അക്സെപ്റ്റ്. ഇത്ര വിഷമിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണോ നീ എന്നെ വിട്ടത്? ഞാനിത് ഏറ്റെടുക്കുന്നു. ഇപ്പോൾ ഈശോ ഒരു അത്ഭുതം തരും നിങ്ങൾക്ക്. കാവൽമാരായുടെ സഹായം റെഡി ആയിരിക്കുന്ന സമയത്ത് സ്കൂൾ പഠിത്തം എളുപ്പമാവും. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ പറഞ്ഞേ ഹല്ലേലൂയാ. ശക്തിയോടെ ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ ഉടനീളം നമ്മൾ കാണുന്നുണ്ട്. രാജാക്കന്മാർ 1-ാമത്തെ പുസ്തകത്തിൽ പ്രത്യേകിച്ച് നമ്മൾ കാണും, ഏലിയ ഇങ്ങനെ ബുദ്ധിമുട്ടി നിൽക്കുമ്പോൾ കാക്ക കൊണ്ട് അപ്പം കൊടുക്കുന്നത്, അതിനു മുമ്പ് മാലാക വന്ന് ശക്തിപ്പെടുത്തുന്നത് നിങ്ങൾ കാണും. അപ്പോസ്തല പ്രവർത്തനത്തിൽ 3-4 തവണയൊക്കെയാണ് ഇങ്ങനെ പറയുന്നത്, മാലാക വന്ന് സന്ദേശം കൊടുക്കാൻ തളർന്നിരിക്കുന്നവർക്ക്. പഴയ നിയമത്തിലൊക്കെ എത്രയോ തവണയാണ് മാലാകമാരുടെ സാന്നിധ്യം നമ്മൾ കാണുക. റഫേൽ മാലാകയുടെ സാന്നിധ്യം കാണുന്നു. എല്ലാം മാലാകമാർ, പ്രത്യേകിച്ച് കാവൽ മാലാകയുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായം എടുക്കാം. എൻ്റെ പ്രിയപ്പെട്ട പൗലോസ്ലീഹായുടെ അടുത്ത്, പൗലോസ്ലീഹയെക്കുറിച്ച് പറയാണ്ട് പോയാൽ പുള്ളി പിണങ്ങും, അതാണ് ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ദോസ്തുക്കളായതുകൊണ്ട്. അപ്പോസ്തല പ്രവർത്തനം 27-ാമത്തെ അധ്യായം, അതിൻ്റെ റോമയിലേക്കുള്ള കപ്പൽ യാത്രയാണ്. ഇതിനിടയ്ക്ക് സംഭവിച്ച ഒരു കാര്യത്തെക്കുറിച്ചാണ്. കപ്പൽ തകർന്നു പോകും എന്നൊക്കെയുള്ളൊരു സൂചന കിട്ടുന്നു. 27-ാമത്തെ അധ്യായത്തിൽ 23-ാമത്തെ വാക്യമാണ്. 27-ന്റെ 23 കിട്ടിയോ? എന്തെന്നാൽ ഞാൻ ആരാധിക്കുന്നവനും എൻ്റെ ഉടയവനുമായ ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഈ കഴിഞ്ഞ രാത്രി എനിക്ക് പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, പൗലോസ്, നീ ഭയപ്പെടേണ്ട, സീസറിൻ്റെ മുമ്പിൽ നീ നിൽക്കുക തന്നെ ചെയ്യും, നിന്നോടൊപ്പം യാത്ര ചെയ്യുന്നവരെയും ദൈവം നിനക്ക് വിട്ടു തന്നിരിക്കുന്നു. എന്ന് വെച്ചാൽ പൗലോസ്ലീഹ വലിയൊരു പ്രതിസന്ധിയെ ഫേസ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഒന്ന്, ഏറ്റവും വലിയ കാര്യം രക്തസാക്ഷിത്വം. റോമിലേക്ക് പോയിട്ട് മരണം സ്വീകരിക്കാൻ വേണ്ടി പോവാണ്, രക്തസാക്ഷിത്വം വരിക്കാൻ വേണ്ടി പോവാണ്. മാലാഖ ആ സമയത്ത് വന്ന് ശക്തിപ്പെടുത്തുകയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, വലിയൊരു കപ്പൽ ഛേദം ഉണ്ടാകാൻ വേണ്ടി പോവാണ്. പൗലോസ്ലീഹയുടെ അടുത്ത് ഈ ദൂതൻ വന്ന് പറയാണ്, നീ പേടിക്കണ്ട. നോക്ക്, നമുക്ക് ചില പാനപാത്രം എടുത്ത് നടക്കാൻ പറ്റുന്നുണ്ടാവില്ല. വർഷങ്ങളായിട്ട് മരുന്ന് കഴിക്കുന്ന ആളുകളില്ലേ, എത്രയോ ആശുപത്രികളിൽ മാറി മാറി കയറിയവരില്ലേ, ഇനി കാണാൻ ഡോക്ടർമാരില്ല. നമ്മൾ പറയും, കർത്താവേ, ഞാനിനി എന്നെ ചെയ്യണ്ടേ? ഈ രോഗം എന്നെ കാർന്ന് തിന്നുന്നു, ഈ വേദന എനിക്ക് പറ്റുന്നില്ല, ഞാൻ എന്നെ ചെയ്യേണ്ടി, ഇനി എന്നെ പ്രാർത്ഥനയാണ് ചെല്ലേണ്ടത്. ഒരച്ഛനടുത്ത് പോയി പ്രാർത്ഥന ചോദിച്ചു. അച്ഛൻ പറഞ്ഞു, മുട്ടുകുത്തിയെന്ന് പ്രാർത്ഥിച്ചാൽ മതിയെന്ന്. ഈശോ ഉത്തരം തരുമെന്ന്. അപ്പം അച്ഛനോട് പറയാം, അച്ഛാ, മുട്ടുവേദന മാറാനാ അച്ഛാ ഞാൻ വന്നേ. ഒരു പ്രാർത്ഥന ഉത്തരം കിട്ടുന്നില്ല. ഒരു പ്രാർത്ഥന ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ദൂതൻ്റെ സഹായം ചോദിക്കുക. എനിക്ക് മുട്ടുവേദനയാണ്, പക്ഷേ ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് നീങ്ങാൻ കർത്താവിൻ്റെ ദൂതൻ എന്നെ ശക്തിപ്പെടുത്തും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയാ. പൗലോസ്ലീഹയ്ക്ക് ദൂതൻ സൂചന കൊടുക്കുകയാണ്, വരാനിരിക്കുന്ന ഒരു അപകടം, പക്ഷെ ആ അപകടത്തിൽ നീ തകരില്ല. കപ്പൽ തകർന്നാലും നിന്നെ കർത്താവ് എത്തിക്കേണ്ടടുത്ത് എത്തിച്ചിരിക്കും. ചേർന്ന് പറയാം ഹല്ലേലൂയാ. പ്രിയപ്പെട്ട സഹോദരൻ, അവിടെയാണ് പൗലോസ്ലീഹ ഇങ്ങനെ മാൾട്ടയിലേക്ക് പോയി എത്തുന്നത്. കഴിഞ്ഞ മാസം മാൾട്ടയിൽ കൺവെൻഷനാണ്. ഇവിടെ സീറോ മലബാർ കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയുള്ള മാൾട്ടയിലെ കൺവെൻഷൻ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ അബദ്ധം പറ്റിപ്പോയൊരു ദിവസങ്ങളിലൊന്നായിരുന്നത്. കൺവെൻഷൻ അബദ്ധമല്ല, കൺവെൻഷൻ എനിക്കൊന്ന് കഴിഞ്ഞ 2-3 വർഷങ്ങളിൽ ഞാൻ നടത്തിയ ഏറ്റവും അഭിഷേകം നടന്നൊരു കൺവെൻഷനാണത്. മാൾട്ടയിലേക്ക് ഞാൻ അവിടുത്തെ വികാരിച്ചനുണ്ട്, ഞങ്ങൾ ഒരുമിച്ച്. അച്ഛനിവിടെ മണിമലക്കാരനാണ്. അച്ഛനും ഞാനും കൂടെ ഒരുമിച്ചാണ് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് കയറി പോവുക. ഞങ്ങൾ റോമിലെത്തി ഞങ്ങളിങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ വികാരിച്ചൻ അവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും പ്രാർത്ഥന നിയമങ്ങളെക്കുറിച്ചൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. കുറേ നേരം ഞങ്ങളങ്ങനെ വർത്താനം പറഞ്ഞുകൊടുക്കും. ഇടയ്ക്ക് അച്ഛൻ ചോദിച്ചു, നമുക്കൊരു കാപ്പി കുടിച്ചാലോ? അങ്ങനെ ഒരു കൊലകൊല്ലി പൈസ കൊടുത്തിട്ട് ഒരു കാപ്പിയും കൂടെ കുടിച്ചു. കാപ്പിയൊക്കെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഞാൻ അച്ഛനോട് ചോദിച്ചു, അച്ഛാ, നമ്മുടെ ഗേറ്റ് എവിടെയാണെന്ന് ചോദിച്ചു. നമ്മുടെ ഗേറ്റ് സാധാരണ ഞാൻ എപ്പോഴും ഒറ്റയ്ക്ക് പോകുമ്പോൾ ഞാൻ കുറേയും കൂടെ
ശ്രദ്ധിക്കുന്നവനാണ്. ഇപ്പം അച്ഛൻ കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ അധികം ശ്രദ്ധിച്ചില്ല. കാപ്പി കുടിച്ച് അങ്ങനെ ഇരുന്നതുകൊണ്ട് ഞാൻ അച്ഛനോട് ചോദിച്ചാൽ നമ്മുടെ ഗേറ്റ് എവിടെയാണ്? നമ്മുടെ ഗേറ്റ് അല്ലേ. അങ്ങനെ ഞങ്ങളുടെ ഗേറ്റ് അപ്പോഴാണ് നോക്കുന്നത്. ഗേറ്റ് കാണിക്കുന്നില്ലായിരുന്നു എന്നൊക്കെയാണ് ഞങ്ങൾക്ക് തോന്നിയത്. ചില സമയത്ത് ഇങ്ങനെ കണ്ണ് മൂടിപ്പെട്ട് പോകില്ലേ. എത്രയോ യാത്രകൾ നടത്തിയിട്ടുള്ളതാണ്. പക്ഷേ ഒരു സമയം കണ്ണങ്ങ് മൂടപ്പെടുക. പ്രിയപ്പെട്ട സോളങ്ങളെ, ഞങ്ങൾ ഗേറ്റൊക്കെ കണ്ടുപിടിച്ചു കർത്താവിൻ്റെ കൃപയാൽ. ആ ഗേറ്റിൽ നിന്ന പെങ്കൊച്ചും പറഞ്ഞു ഫ്ലൈറ്റ് പോയി. എന്തൊരു വലിയ മണ്ടത്തരം കാണിച്ചു നോർത്ത് നോക്ക്. സാധാരണ ഇത്ര നേരം മുമ്പ് അവർ അനൗൺസ് ചെയ്യും, അല്ലെങ്കിൽ ഗേറ്റ് ഇങ്ങനെ കാണിക്കും, എഴുതി കാണിക്കും. എത്രയോ യാത്ര ചെയ്തിട്ടുള്ളതാണ് ഞാനും അച്ഛനൊക്കെ. എന്നിട്ട് അന്ന് ആ ദിവസം റോമിൽ കർത്താവിൻ്റെ നഗരത്തിൽ ഇതാ ഞങ്ങൾ അവിടെ വിമാനത്താവളത്തിൽ ഇങ്ങനെ നിന്നു. കൊച്ചിനോട് ചോദിച്ചു, പെങ്കൊച്ചിനോട്, ഇനി എന്നാ ചെയ്യും? അവളുടെ എന്തൊക്കെയോ ഇംഗ്ലീഷിലോ ഇറ്റാലിയനോ കൂട്ടിയിട്ട് പറഞ്ഞു ട്രൈ നെക്സ്റ്റ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് പിടിക്കാന്ന് പറഞ്ഞാൽ കോട്ടയത്ത് നിന്ന് KSRTC പിടിച്ച് എറണാകുളത്തിന് പോകുന്ന പോലെ അല്ല. കാശ് വേണ്ടേ? കാശ് കാണാൻ ലുക്കുണ്ടെന്നേ ഉള്ളൂ. ഒടുക്കത്തെ പാവപ്പെട്ടവന്മാർ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവിടെ നിന്നു. ഞങ്ങളങ്ങ് അന്വേഷിച്ചു. വൈകുന്നേരം 9 മണിക്ക് ഒരു ഫ്ലൈറ്റ് ഉണ്ട്, അതിന് കിട്ടത്തില്ല. പിറ്റേ ദിവസം രാവിലെ അതും എന്നാ ചെയ്യേണ്ടതെന്നറിയോ? എൻ്റെ കയ്യിലാണെങ്കിൽ അവിടുത്തെ പള്ളിയിലോട്ട് കൊണ്ടുപോകാനുള്ള സെബസ്ത്യാനോസിൻ്റെ വലിയൊരു പ്രതിമയുണ്ട്. കുത്ത് അമ്പിട്ട് കുത്ത്. ഞങ്ങൾ എയർപോർട്ടിൽ നിൽക്കുകയാണ്, പൊന്ന് സെബസ്ത്യാനോസെ സഹായിക്കുന്നൊക്കെ പറഞ്ഞിങ്ങനെ ഞങ്ങൾ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാനും ചിരിക്കുന്നു, അച്ഛനും ചിരിക്കുന്നു. ഇതുപോലെ മണ്ടത്തരം കാണിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് ചിരിക്കാം. അല്ലാണ്ട് എന്നാ ചെയ്യേണ്ടത്? കരഞ്ഞിട്ടുള്ള കഥയുണ്ടോ? ഫ്ലൈറ്റ് തിരിച്ചു വരുമോ? 2 അച്ഛന്മാർ കരയുന്നുണ്ട്, തിരിച്ചു വന്നേക്കാം. ഇല്ല, തിരിച്ചു വരത്തില്ല. ഞങ്ങളവിടെ നിന്നു. അവിടുത്തെ വികാരിച്ചൻ്റെ ഒരു കൂട്ടുകാരൻ അച്ഛനെയൊക്കെ വിളിച്ചു. ഞങ്ങൾ രാത്രിയിൽ അവിടെ സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു ഡോർമെട്രിയോ ഒരു ഹോസ്റ്റലൊക്കെ ഉണ്ട്, അവിടെ പോയി രാത്രി നിന്നു. എത്രയോ ഇരട്ടി പൈസ കൊടുത്ത് പിറ്റേ ദിവസം രാവിലത്തേക്കുള്ള ഫ്ലൈറ്റ് എടുത്തു. അതായത് പിറ്റേ ദിവസം കൺവെൻഷൻ തുടങ്ങണം. ഏകദേശം കുറച്ച് മണിക്കൂറുകൾക്ക് മുമ്പാണ് ഞാൻ മാൾട്ടയിലെത്തുന്നത്. മാൾട്ടയിലെത്തി അടുത്തൊരു ദ്വീപിലേക്ക് അവിടുത്തെ ഒരു ഫെറി കയറി പോകണം. അവിടെ ചെന്നു, ധ്യാനം നടത്തി തിരിച്ച് അന്ന് അവിടെ തന്നെ കിടന്നുറങ്ങി. എന്നിട്ട് എനിക്ക് കിട്ടിയൊരു മെസ്സേജ് ഇങ്ങനെയാണ്. വികാരിച്ചൻ വഴി വേറൊരു അച്ഛൻ അയച്ചതാണ്. ജിൻസച്ചനോട് ഇത് പറയണമെന്ന് പറഞ്ഞു. എന്നാന്നറിയോ? ജിൻസച്ച, പൗലോസ്ലീഹ കഷ്ടപ്പെട്ട് കയറി വന്ന മാൾട്ടായിൽ ഒരു ദിവസം താമസിച്ചെത്തിയത് ഒരു ബോണസായിട്ട് മാത്രം കരുതിയാൽ മതി എന്ന് പറഞ്ഞു. ആത്മീയ കണ്ണുകളോടെ അത് കാണാൻ പറ്റുന്ന ഗുരുക്കന്മാർ നമുക്കുണ്ടെങ്കിൽ നല്ലതാണല്ലേ? ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷേ എനിക്ക് എപ്പോഴും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. ഞാനങ്ങനെ ഇരുന്നു. പിറ്റേ ദിവസം രാവിലെ വൈകുന്നേരം മാൾട്ടയിലെ കൺവെൻഷൻ തുടങ്ങാവുന്ന സമയത്ത് വേറൊരു ചേട്ടായി പറഞ്ഞപ്പോൾ ആണ് എനിക്ക് കാര്യം കുറച്ച് സന്തോഷം തോന്നിയത്. കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ കൊല്ലം നമ്മുടെ ഡാനിയലച്ചനാണ് അവിടെ കൺവെൻഷൻ നടത്താൻ പോയത്. അച്ഛൻ ഇതേപോലെ റോമിൽ ഒരു ദിവസം ഇരുന്നു. അയ്യോ, അപ്പോഴെനിക്ക് അതിൻ്റെ ആത്മീയാർത്ഥം ശരിക്കും പിടികിട്ടി. നോക്ക്, പൗലോസ്ലീഹ കഷ്ടപ്പെട്ട് ചെന്നെടുത്ത് നമ്മളങ്ങനെ ഈസി ആയിട്ട് ചെല്ലണ്ട. ഞാൻ പറഞ്ഞിട്ട് കഴിഞ്ഞ 2-3 വർഷത്തിലെ കൺവെൻഷനുകളിൽ ഏറ്റവും അഭിഷേകത്തോടെ ഏറ്റവും അനുഗ്രഹത്തോടെ ചെയ്ത ശുശ്രൂഷകളൊന്നായിരുന്നത്. പക്ഷെ മുമ്പിലൊരു ടെൻഷൻ വന്നു. എന്നെ കർത്താവ് ഇങ്ങനൊരു അബദ്ധം പറ്റിയെന്നൊക്കെ ചോദിച്ചു. പക്ഷെ എവിടെയോ കർത്താവിൻ്റെ ദൂതൻ നമ്മളെ വലിയൊരു അനുഗ്രഹത്തിന് വേണ്ടി ശക്തിപ്പെടുത്തുകയും ചെയ്യാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. 2 കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സോളെ, വളരെ പ്രധാനപ്പെട്ട കാര്യമാണിത്. കാവൽ മാലാഖമാരുടെ സഹായം തേടുക. 6ാമത്തെ ഒരു കാര്യം. എത്രണ്ണം പറഞ്ഞു നമ്മൾ? നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, ഒരു വായിക്കോട്ട പോലും വിടാണ്ട് ഇങ്ങനെ ഇരിക്കണുണ്ടല്ലോ. 2 പേര് ഇങ്ങനെ പിടിക്കുന്ന കണ്ടു. അങ്ങനെയൊന്നും അല്ല വായിക്കോട്ട പിടിച്ചു നിർത്തേണ്ടത്. ഇങ്ങനെയൊക്കെ പിടിച്ചതിൻ്റെ 1ാമത്തെ കോലം ഇങ്ങനെയാണ്. ചേർത്ത് പറഞ്ഞേ ഹല്ലേലൂയ. ഇപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് പെട്ടെന്ന് ഓർത്തെടുത്തേ. 1, പ്രലോഭനം വരുമ്പോൾ ഒരു കുഞ്ഞു പ്രാർത്ഥന ചെല്ലുക. 2, ഈശോയുടെ നാമം പറഞ്ഞ് പ്രാർത്ഥിക്കുക. 3, കുരിശടയാളം വരച്ച് പ്രാർത്ഥിക്കുക. 4, ആണോ, കാവൽ മാലാഖയോട് സഹായം തേടുക. 5ാമത്തെ വളരെ സിമ്പിളായ ഒരു കാര്യമാണ്. സങ്കീർത്തനം 119:11 എഴുതി വെച്ചോ, എന്നെടുക്കുക. സങ്കീർത്തനം 119:11. ഇത് വളരെ പ്രധാനത്തോടെ ഒന്ന് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. തിന്മയെ ചെറുക്കാൻ നമ്മുടെ കയ്യിൽ ഒരു വലിയ ആയുധം വേണം. സങ്കീർത്തനം 119:11 എല്ലാവരും ചേർന്ന് വായിച്ചേ. അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ അങ്ങയുടെ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ നമുക്ക് നോക്കിയേ, പ്രലോഭനങ്ങൾ വരും, പാപം ചെയ്യരുത് എന്നാ പറയുന്നത് അല്ലേ? പ്രലോഭനം വരും, പാപം ചെയ്യരുത്. വചനം പറയാണ്, പ്രലോഭനം വന്നാലും അങ്ങേക്കെതിരായി പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ എന്താ ഇപ്പം ചെയ്യുക? എൻ്റെ ഹൃദയത്തിൽ വചനം ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു. എന്ന് വെച്ചാൽ വചനം പഠിക്കണം, വചനം അറിയണം, വചനം മനസ്സിലുണ്ടായിരിക്കണം, വചനം ഉപയോഗിക്കണം. കാരണം വചനം പറഞ്ഞുകൊണ്ടാണ് ഈശോ പിശാചിനെ, പ്രലോഭകനെ ചെറുത്തത്. വചനം അറിഞ്ഞാൽ അതൊരു ആയുധമാണ്. വലതുവർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഒരു 10 വചനമൊക്കെ കാണാതെ അറിയാവുന്നവരെന്ന് കയ്യർത്തിക്ക്. 10 വചനമെങ്കിലും കാണാതെ അറിയാത്തവർ വന്ന് ചോദിക്കും. ഞാൻ ഇത് കഴിയുമ്പോൾ നന്നായിട്ട് കയർത്ത് അഭിമാനത്തോടെ, നുണ പറയുകയാണെങ്കിൽ ഇച്ചിരി അഭിമാനത്തോടെ പറ, നാട്ടുകാർ അറിയാതിരിക്കട്ടെ. 10 വചനമൊക്കെ കാണാതെ അറിയാം, വെരി ഗുഡ്, നല്ലതാണ്. ഒരു സങ്കീർത്തനമൊക്കെ കാണാതെ അറിയാവുന്നവർ, ഒരെണ്ണമെങ്കിലും കാണാതെ അറിയാവുന്നവർ നന്നായിട്ട് കയർത്ത് കൈത്താത്തല്ലേ, നന്നായിട്ട് 91 കൈതാത്തിക്ക്. തീർന്നു.
കൈപ്പൊക്ക്. ബാക്കി അറിയാവുന്നവരൊക്കെ 91 കൈപ്പൊക്കരുത്, നിങ്ങൾക്ക് അതിനുള്ള അനുവാദമില്ല. 23 കൈതാത്ത്, 121 കൈതാത്ത്, 123 കൈതാത്ത്, 51 കൈതാത്ത്. ഏതാ? അച്ഛൻ എന്നാ ചോദിച്ചല്ലേ? 196. 196. ഞാൻ പിന്നെ വന്ന് കാണാം. ഏതാ അറിയാം? 86 സങ്കീർത്തനം അറിയാം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. വചനം പഠിച്ചിരിക്കുക കേട്ടോ, വചനം പഠിച്ചിരിക്കുക. ഞാൻ നിങ്ങൾക്ക് അടുത്ത നോമ്പ് കാലത്തേക്ക് ഒരു ഹോംവർക്ക് തരട്ടെ. 50 ദിവസത്തെ നോമ്പ് ആചരിക്കുന്നവർ 150 സങ്കീർത്തനമുണ്ട്. ഒരു ദിവസം 3 എണ്ണം വെച്ച് പഠിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഒരു ദിവസം 3 എണ്ണം വെച്ച് വായിച്ചാൽ 50 ദിവസത്തെ നോമ്പിനിടയ്ക്ക് 150 സങ്കീർത്തനെങ്കിലും വായിച്ചു തീർക്കാൻ പറ്റും. ശക്തമായ പ്രാർത്ഥനയാണ്. വചനം പഠിച്ചിരിക്കുക. ഒരു സങ്കീർത്തനം മാത്രമൊന്നും പഠിച്ചു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യം പഠിച്ചത് സങ്കീർത്തനം 25 വഴി കാട്ടണമേ കർത്താവേ. നിങ്ങൾക്കറിയാം 25 സങ്കീർത്തനമൊക്കെ ഒന്ന് പഠിക്കാൻ നല്ലതാണ് കേട്ടോ. എന്ന് വെച്ചാൽ പ്രധാനപ്പെട്ട കാര്യം ഇതാണ്, വചനം ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. തിന്മയ്ക്കെതിരെയുള്ള നമ്മുടെ ഏറ്റവും വലിയ ആയുധമാണത്. കുരിശടയാളം കൈകൊണ്ട് നടക്കുന്ന പോലെ തന്നെയാണ് വചനം ഹൃദയത്തെ കൊണ്ട് നടക്കുക. വചനം അറിയാവുന്നവനെ, വചനം പറയുന്നവനെ പിശാച് തൊടത്തില്ല. പ്രലോഭനം വരത്തില്ലെന്നല്ല പറഞ്ഞത്, ഞാൻ പറഞ്ഞു തുടക്കത്തിൽ പറഞ്ഞത്. എനിക്കിഷ്ടം പോലെ പ്രലോഭനം വരുന്നുണ്ടോ? തൊടാത്തത് എന്തുകൊണ്ടാണ്? വചനം പറയുന്നത് കൊണ്ട്. അത് മാത്രമേ ഞാൻ വിശ്വസിക്കുന്നുള്ളൂ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒരു പ്രലോഭനം വരുന്നോ, സങ്കടം വരുന്നോ, പാപം നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നോ, ആദ്യം ചെയ്യേണ്ടത് വചനം പഠിക്കുക, വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. വീട്ടിലൊക്കെ വചനം ഉറക്കെ പറയുക, വചനമൊക്കെ ഭിത്തിയിൽ എഴുതിയിടുക. ആ തിന്മയെ ചെറുക്കാൻ നല്ലൊരു കാര്യമാണ്. നിങ്ങൾക്ക് ചിലപ്പോൾ ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ നിങ്ങളെ പ്രലോഭിപ്പിക്കുന്ന ഒന്നായിരിക്കും നിങ്ങളുടെ മൊബൈൽ ഫോൺ. ആ മൊബൈൽ ഫോണിൻ്റെ വാൾപേപ്പർ വചനം എടുത്തിടുക. നിങ്ങളുടെ ഒന്നും ഫോട്ടോ ഇടരുത്. ഫോണെ നോക്കിയേ, നിങ്ങളുടെ ഫോട്ടോ ഉള്ള എല്ലാവരും ഒടുക്കത്തെ സ്വാർത്ഥം തന്നെ. ആരെങ്കിലും സ്വന്തം ഫോട്ടോയൊക്കെ ഫോണെ വാൾപേപ്പർ ഇടുമോ? മാറ്റിക്കോ. ഇല്ലല്ലേ? ഉണ്ട്. എന്നെ തന്നെ എന്താ കുഴപ്പമില്ല കേട്ടോ, സ്വയം സ്നേഹിക്കുന്നത് നല്ലതാണ്. കാരണം നിങ്ങളെപ്പോലെ സുന്ദരനും സുന്ദരിയായിട്ട് വേറെ ആരുമില്ല. ആ ഫോണെ നോക്കുമ്പോൾ പുറത്തോട്ട് നോക്കിയാൽ മതി, കാണും. ചേർത്തോട്ടെ ഹല്ലേലൂയ. അത് ഒരു വചനമൊക്കെ എഴുതി ഫോണിലിട്. എല്ലാ ദിവസവും ഒരു വചനം സ്റ്റാറ്റസ് ആക്കി കേട്. വചനം നിങ്ങളുടെ കൂട്ടുകാർ കാണട്ടെ. അല്ലാണ്ട് നിങ്ങളുടെ പിന്നെ പൊങ്ങച്ചവും ഞാൻ എൻ്റെ കയ്യിൽ പപ്പിയുണ്ടല്ലോ, എൻ്റെ ഒരു ഷുട്ടുമണി പൂച്ചയുണ്ടല്ലോ, ഇത് സ്റ്റാറ്റസ് ഒന്നും ഇട്ടിട്ട് വലിയ കാര്യമൊന്നുമില്ല. നിങ്ങൾ വചനം എടുത്തിട്ട് ആ കാണുന്നവർക്കൊരു ഉപകാരം ഉണ്ടാവട്ടെ. അല്ലാണ്ട് കാണുന്നവരെല്ലാം നിങ്ങളോട് അസൂയ തോന്നും. നിങ്ങളുടെ പുതിയ വണ്ടി, നിങ്ങളുടെ പുതിയ കിണ്ടി മേടിക്കാറില്ല ഇല്ലേ? എവിടെ? എൻ്റെ ഒരു കൂട്ടുകാരനൊരു കിണ്ടി മേടിച്ചപ്പോൾ ഫോട്ടോ ഇട്ടു, ലുക്ക് അറ്റ് മൈ കിണ്ടി. അങ്ങനെയൊന്നും സ്റ്റാറ്റസ് ഇടണ്ട. നിങ്ങൾക്ക് വലിയ ആഘോഷമൊക്കെ, മാമോദീസ, കല്യാണമൊക്കെ നടക്കുമ്പോൾ ഫോട്ടോയൊക്കെ സ്റ്റാറ്റസൊക്കെ ഇട്ടോ, കുഴപ്പമൊന്നുമില്ല കേട്ടോ. പക്ഷേ അത് മേടിച്ചു, ഇത് മേടിച്ചു, എൻ്റെ പുതിയ ചുരിദാർ, എൻ്റെ പുതിയ ജീൻസ്, എൻ്റെ പുതിയ നിക്കർ. എന്തിനാ നിങ്ങളത് ഇട്ടാൽ പോരെ? എന്തിനാ വല്ലവരെയും കൊണ്ട് അസൂയ ഉണ്ടാക്കിപ്പിക്കണേ? വചനം എടുത്തിട്. അത് അവർക്ക് ശക്തിയായിട്ട് മാറും. കാണുന്ന സ്റ്റാറ്റസ് കാണുന്നവർക്കെല്ലാം ഒരു സ്റ്റാറ്റസ് കൂടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ആ വചനം എടുത്ത് നിങ്ങളെ ഫോണിൽ കൂടെ പറയുമ്പോൾ കർത്താവ് ഇടപെടും. തിന്മയ്ക്ക് വഴി തുറന്ന ആ മൊബൈൽ ഫോൺ ഇനി അനുഗ്രഹത്തിന് വഴി തുറക്കും. 2 കാര്യങ്ങൾ എടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക. 6ാമത്തെ കാര്യം വെച്ച് പെട്ടെന്ന് നിർത്തുകയാണ്, ഈശോയുടെ മുമ്പിലേക്ക് സറണ്ടർ ചെയ്യുക. യാക്കോബിൻ്റെ ലേഖനം 4-ാം അധ്യായം 7-ാമത്തെ വാക്യം. പെട്ടെന്ന് എടുക്കാമോ? വെളിപാടിൽ നിന്ന് പുറകോട്ട് മറിച്ച എളുപ്പത്തിൽ കിട്ടും. യാക്കോബിൻ്റെ ലേഖനത്തിൽ 4-ാമത്തെ അധ്യായം അതിൻ്റെ 7-ാമത്തെ വാക്യം. പത്രോസ്ലീഹയുടെ ലേഖനത്തിന് തൊട്ട് മുമ്പ് യാക്കോബിൻ്റെ ലേഖനം 4:7 എന്ന് വെച്ചാൽ നമ്മുടെ പാപങ്ങളോ, നമ്മുടെ പ്രലോഭനങ്ങളോ, നമ്മുടെ വീക്ക്നെസ്സുകളെല്ലാം ഈശോയുടെ മുമ്പിലൊക്കെ ഒന്ന് ഇറക്കി വെക്കുക. കർത്താവ് എന്നെ കൂടി ഇത്രയൊക്കെ പറ്റുന്നുള്ളതെന്ന് പറഞ്ഞ് ഇറക്കി വെക്കുക. 4:7 അവർക്ക് വായിച്ചേ. ആകയാൽ ദൈവത്തിന് വിധേയരാകുവിൻ, പിശാചിനെ ചെറുത്ത് നിൽക്കുവിൻ, അപ്പോൾ അവൻ നിങ്ങളിൽ നിന്ന് ഓടി ഒളിച്ചുകൊള്ളും. കിട്ടുന്നുണ്ടോ? പിശാചിനെ ചെറുത്ത് നിൽക്കുക. ഒപ്പം തന്നെ ചെയ്യേണ്ട ഒരു കാര്യം, കർത്താവിന് വിധേയപ്പെടുക. കർത്താവിൻ്റെ മുമ്പിൽ പറയും, കർത്താവ് ഞാൻ ഇച്ചിരി ദേഷ്യം വരുന്നൊരുത്തനാണ്, ഞാൻ ഇച്ചിരി അസൂയുള്ള ഒരാളാണ്, എത്ര ശ്രമിച്ചിട്ടും എത്ര കുമ്പസാരിച്ചിട്ടും എനിക്ക് ഈ പാപത്തിന് കയറി വരാൻ പറ്റുന്നില്ല. ഐ സറണ്ടർ. എൻ്റെ ഈ കുറവ് ഞാൻ നിന്റെ മുമ്പിൽ അടിയറ വയ്ക്കാൻ. കർത്താവിന് വിധേയപ്പെടുക, തിന്മയെ ചെറുത്ത് നിൽക്കുക, നിങ്ങൾ വിജയം നേടും. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. 6 കാര്യങ്ങളായോ? നമുക്ക് 7 നിർത്താം. 7ാമത്തെ കാര്യം, ജപമാല ചൊല്ലുക. തിന്മയെ ചെറുക്കാനുള്ള ഏറ്റവും വലിയ ആയുധം. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്, തിന്മയ്ക്കെതിരെയുള്ള ഒരു പോരാട്ടത്തിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഒരു അമ്മ. ആര്? പരിശുദ്ധ മറിയം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ട്, ലോകത്തിൻ്റെ ഏത് തിന്മയും ചവിട്ടിത്തെറിപ്പിക്കാൻ പറ്റുന്ന ഒരു മാരകായുധം ദൈവമക്കളുടെ കയ്യിലുള്ളത് മക്കൾ മറന്നു പോകരുത് എന്ന് ജോൺ പോൾ പാപ്പ പറയാണ്. നമ്മുടെ ഏതൊരു ആകുലതയും ഉത്കണ്ഠയും നമ്മുടെ വ്യാകുലതകളും ആകുലതകളും എല്ലാം കൊടുക്കാൻ പറ്റുന്ന ഒരു ആയുധം മാത്രമല്ല, തിന്മയ്ക്കെതിരെ പോരാടാൻ സാത്താൻ്റെ പടയാളികളെ ചിതറിക്കാൻ പറ്റുന്ന ഒരായുധ ശേഖരമാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ജപമാലയെന്ന്. വെളിപാട് പുസ്തകം 12-ൽ നമ്മൾ വായിക്കുന്നില്ലേ, സൂര്യനെ ഉടയാടെ അണിഞ്ഞ ഒരു സ്ത്രീ, പാതാരബിന്ദത്തിൽ ചന്ദ്രൻ, 12 നക്ഷത്രങ്ങൾ, ശത്രുവിനെതിരെ ശത്രുവിൻ്റെ തലയെ തകർക്കാൻ വേണ്ടി
സ്വർഗത്തിൻ്റെ സൈന്യാധിപയായ പരിശുദ്ധ അമ്മ, ആ അമ്മയുടെ കൂട്ടുപിടിച്ച് തിന്മയ്ക്കെതിരെ യുദ്ധം ചെയ്യണമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ വേണ്ട ആയുധമാണ് ജപമാല. എല്ലാ ദിവസവും ഒരു ജപമാലയെങ്കിലും ചെല്ലണം. ഒരു ദിവസം ഒരു ജപമാലയെങ്കിലും ചെല്ലിയിട്ട് കിടക്കാവുള്ളൂ. തിന്മ തൊടാതിരിക്കാനുള്ള ഏറ്റവും വലിയ വഴിയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. വെളിപാട് പുസ്തകം 12-ാം അധ്യായം എടുക്കാമോ? നമുക്കിത് വായിച്ച് അവസാനിപ്പിക്കാം. ഒരു വലിയ യുദ്ധത്തെക്കുറിച്ച് അവിടെ പറയുക. റെവലേഷൻ ചാപ്റ്റർ 12, വെളിപാട് പുസ്തകത്തിൽ 12-ാം അധ്യായം. ദൈവമക്കളും തിന്മയുടെ ശക്തികളും തമ്മിലുള്ള ഒരു യുദ്ധം എന്ന് വെച്ചാൽ, ഈ പ്രലോഭകൻ നമ്മളിങ്ങനെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെയുണ്ട്. ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടെ അവിടെ സൂചിപ്പിക്കുകയാണ്. വെളിപാട് പുസ്തകം 12-ാം അധ്യായത്തിൽ അതിൻ്റെ 17-ഉം 18-ഉം വാക്യങ്ങൾ, ആ യുദ്ധത്തിൻ്റെ ഒടുക്കം സംഭവിച്ചൊരു കാര്യം എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചുറക്കെ വായിച്ച്. അപ്പോൾ സർപ്പം സ്ത്രീയുടെ നേരെ കോപിച്ചു, ദൈവകൽപ്പനകൾ കാക്കുന്നവരും യേശുവിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടു. അത് ആർക്കെതിരെയാണ്? ആർക്കെതിരെയാ? ദൈവകൽപ്പന പാലിക്കുന്നവർ. അതാരാ? ഈ കഴിഞ്ഞ 6 കാര്യങ്ങളൊക്കെ അനുസരിക്കാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ കർത്താവ് പറയുന്നത് കേൾക്കുന്നവരാണ്. രണ്ടാമത്തെ കാര്യം, അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവർ. പരിശുദ്ധ അമ്മയുടെ മക്കൾ ആരാണ്? നമ്മൾ മാതാവിനെ എന്നാണ് വിളിക്കുന്നത്? ഹലോ എന്നാണ് വിളിക്കുന്നത്? അമ്മയെന്നല്ലേ വിളിക്കണേ? അങ്ങനെയെങ്കിൽ അവൾക്ക് നമ്മൾ ആരാണ്? മക്കളാണ്. അവളുടെ മക്കളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അവൻ പുറപ്പെട്ടു. ആര്? സാത്താൻ. അവൻ നല്ലൊരു അവസരം നോക്കി എപ്പോഴും യുദ്ധം ചെയ്യാൻ വേണ്ടി കാത്തിരിക്കണം. പത്രോസിലേക്ക് പറയുക, നിങ്ങൾ സമചിത്തതയോടുകൂടി ഉണർന്നിരിക്കണം. അവൻ യുദ്ധസന്നദ്ധനായി നിൽക്കുകയാണ്. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം. പിശാചിനെ കുറിച്ച് ബൈബിളിൽ പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അവന് കൊമ്പുണ്ട്, കാലുണ്ട്, കണ്ണാടിയുണ്ട് എന്നല്ല പറയാ. എന്നാ പറയുന്നത്? അവൻ കൗശലക്കാരനാണെന്ന് പറയുക. ഭയങ്കര കുരുട്ടുബുദ്ധിയാണെന്ന് പറയാം. അപ്പോൾ പിശാചിൻ്റെ കുരുട്ടുബുദ്ധി ഒന്ന് ശ്രദ്ധിച്ച് 12-ാം അധ്യായത്തിൽ 18-ാം വാക്യം, അത് സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. ആര്? സാത്താൻ. എവിടെ നിലയുറപ്പിച്ചു? സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ നിലയുറപ്പിച്ചു. എന്തിനു വേണ്ടിയാണ് നിന്നെ? ശ്രദ്ധിച്ചേ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ കൂട്ടുകാരനെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശ്രദ്ധിക്ക്. അവൻ എവിടെയാണ് നിൽക്കുന്നത്? സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ. എന്തിനു വേണ്ടിയാണ് നിൽക്കുന്നത്? യുദ്ധം ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. ആർക്കെതിരെ യുദ്ധം ചെയ്യാൻ? അല്ല, ഇതൊന്ന് മനസ്സിലാക്കിയാൽ നല്ലതായിരിക്കും. നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി സാത്താൻ നിൽക്കുകയാണ്. നിങ്ങൾ 2 അടി കൂടിയിട്ടുള്ളവരൊക്കെ കൈ ഉയർത്താവോ? ആരോടെങ്കിലൊക്കെ തല്ലുംപിടിയൊക്കെ കൂടിയിട്ടുള്ളവർ 2 കൈയും പൊക്കിയേക്കാം. ഏറ്റവും അവസാനമായിട്ട് എന്നാ അടി ഉണ്ടാക്കി എന്നോട് ചോദിക്കില്ല. എല്ലാ വഴക്കാളികളാണല്ലോ. വെരി ഗുഡ്. എൻ്റെ ചേച്ചി 196 സങ്കീർത്തനം അറിയാം. നമ്മളിപ്പോൾ 2 പേര് നമ്മൾ വഴക്ക് കൂടാതെ വെച്ചോ, നമ്മൾ ആദ്യം ഉറപ്പിച്ച് നിൽക്കുന്നത് എന്തായിരിക്കും? നാക്കല്ല, അത് ഒടുക്കത്തെ ഉറപ്പായിരിക്കും. 2 പേര് ഇടി കൂടുമ്പോൾ അവൻ ആദ്യം ഉറപ്പിക്കുന്നതിനാണ്. കൈ ഉറപ്പിക്കുവാണോ? ധ്യാനം കൂടിയിട്ടോ നിങ്ങൾ നന്നാവുന്നില്ല. ഇടിക്കാൻ ഞാൻ പഠിപ്പിക്കാം. കാലാദ്യം നിലത്ത് ഉറപ്പിക്കും, എന്നിട്ട് ഇടി നടക്കുള്ളൂ. ശരിയല്ലേ? നമ്മൾ പറയാറില്ലേ, നിലത്ത് നിർത്തിയിട്ട് വേണ്ട അഭ്യാസം കാണിക്കാൻ. കാലുറപ്പിച്ച് നിന്നിട്ട് നമ്മൾ ഇടി കൊടുക്കാറുള്ളൂ, വഴക്കുണ്ടാക്കുന്നവർ. ഇനി 2 പേര് നമ്മൾ ഒന്നും തള്ളുവാണെങ്കിലും നമ്മൾ ആദ്യം ഉറപ്പിച്ചേക്കുന്നത് എന്താണ്? കാല് നമ്മൾ എവിടെ ഉറപ്പിക്കും? നല്ല ഉറപ്പുള്ള നിലത്ത് ഉറപ്പിക്കും. ഈ പിശാച് ചെയ്യുന്നത് എന്നാ നോക്കിയേ, നമുക്കെതിരെ യുദ്ധം ചെയ്യാൻ വേണ്ടി അവൻ എവിടെയാണ് നിൽക്കുന്നത്? സമുദ്രത്തിൻ്റെ മണൽത്തിട്ടയിൽ. നോക്ക്, നമ്മൾ മണൽത്തിട്ടയിൽ കാലുറപ്പിച്ച് എന്നുള്ള അവസ്ഥ എന്തായിരിക്കും? നമ്മൾ താന്നു പോവും. ബീച്ചിലൊക്കെ പോയിട്ടില്ലേ വായി നോക്കാൻ, അല്ല കടല മേടിക്കാൻ. അവിടെ പോയിട്ട് നമ്മൾ അവിടെ നിന്നാൽ എന്നാ പറ്റും? നമ്മുടെ കാല് താന്നു പോകും. കാരണം കാലെവിടെയാണ്? മണൽത്തിട്ടയിലാണ്, ബീച്ചിലാണ്. ആ മണൽത്തിട്ടയിൽ നിന്നാൽ കാല് താന്നു പോകും. പ്രത്യേകിച്ച് അടി കൂടാൻ, യുദ്ധം ചെയ്യാൻ അതൊരു നല്ല പൊസിഷൻ അല്ല. പക്ഷെ സാത്താൻ എവിടെയാണ് നിൽക്കുന്നതെന്ന് പറയുന്നത്? മണൽത്തിട്ടയിൽ. ചിന്തകരൊക്കെ നമ്മളോട് പറയുന്നുണ്ട്, അവന് വേണേൽ സൂചിയുടെ അറ്റത്ത് വരെ നിൽക്കാൻ പറ്റും. ഇന്ന് മുതൽ ഞങ്ങൾ സൂചി ഉപയോഗിക്കുന്നില്ല, അങ്ങനെയൊന്നും പറഞ്ഞേക്കില്ല. പറയണം അവന് അവിടെ വേണേലും നിൽക്കാം. ഈ പിശാച് നമ്മളെ പ്രലോഭിപ്പിക്കുന്നത് എങ്ങനെയാണെന്ന് അറിയാം പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കർത്താവിൻ്റെ വചനം അറിയാവുന്ന, ബലി അർപ്പിക്കുന്ന, ജപമാല ചെല്ലുന്ന, കുരിശ് വരച്ച് പ്രാർത്ഥിക്കുന്ന നമ്മളെ ഇങ്ങോട്ട് കയറി അടിക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ കൗശലം ഉപയോഗിക്കുകയാണ്. എന്താ കൗശലം എന്നറിയോ? അവൻ മണൽത്തിട്ടയിൽ നിൽക്കുകയാണ്, എന്നിട്ട് നിന്നെ പ്രലോഭിപ്പിക്കും ഇങ്ങോട്ട് വരാൻ. എങ്ങോട്ട് വരാൻ? മണൽത്തിട്ടയിലോട്ട് വരാൻ. അവന് സൂചിയുടെ പൊക്കത്ത് നിൽക്കാം, മണൽത്തിട്ടയിലും നിൽക്കാം. പക്ഷേ മനുഷ്യനായ നീ മണൽത്തിട്ടയിലോട്ട് കയറിയാൽ നിൻ്റെ കാല് താന്നു പോകും. നിന്നെ അടിച്ചിടാൻ അവന് എളുപ്പമാകും. ഇപ്പം നീ നിൽക്കുന്നത് പാറമേലാണ്. ആ പാറയുടെ പേര് തിരുസഭ എന്നാണ്. ആ തിരുസഭയിൽ നിന്ന് താഴേക്കിറക്കാൻ വേണ്ടി അവൻ പല പണി നോക്കും. ആ തിരുസഭ എന്ന പാറമേൽ നിന്നെ പിടിച്ചു നിർത്തിയിരിക്കുന്ന 7 കാലുകളാണ്, 7 കൂദാശകൾ. ആ കൂദാശകൾ സ്വീകരിക്കാതിരിക്കാൻ പിശാച് പ്രലോഭിക്കും. പ്രത്യേകിച്ച് കുമ്പസാരം. നീ അത് ഒഴിവാക്കിയാൽ പതുക്കെ ആ പാറമേൽ നിന്ന് ഇറങ്ങി മണൽത്തിട്ട നിൽക്കും. മണൽത്തിട്ടയിൽ നിന്നാൽ നിന്റെ വീഴ്ച പെട്ടെന്നാകും.
തിരിച്ച് കയറി പാറയിൽ നിന്നോണം. സഭയാകുന്ന പാറയിൽ, ആ സഭയാണ് നമുക്ക് ദൈവവചനം പറഞ്ഞു തന്നത്, കുരിശടയാളം പഠിപ്പിച്ചത്, ബൈബിൾ കയ്യിലേക്ക് എടുത്തു തന്നത്, ജപമാല തന്നത്, യേശുനാമ ജപം പരിചയപ്പെടുത്തിയത്, ചെറിയ പ്രാർത്ഥനകളും വലിയ പ്രാർത്ഥനകളൊക്കെ പരിചയപ്പെടുത്തിയ നമ്മുടെ അമ്മ തിരുസഭയാണ്. തിരുസഭയാകുന്ന പാറമേൽ നിൽക്കുക. പാറയിൽ നിന്നാലും മണലിൽ നിന്നാലും കാറ്റടിക്കും, കോളടിക്കും. എന്നാൽ പാറമേൽ ഭവനം പണിത് നിൽക്കുകയാണെങ്കിൽ നീ വീഴില്ല. മണലിലാണെങ്കിൽ നീ വീഴും. വീഴാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുവിൻ, ഉണർന്നിരിക്കുവിൻ. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ. ഇനിയുള്ള നോമ്പ് കാലത്തിൻ്റെ ദിവസങ്ങൾ ഈ ഒരു അഭിഷേകത്തിൽ നിങ്ങൾ നിൽക്കണം. നാളെ പ്രലോഭനങ്ങൾ വരാം, നാളെ ബുദ്ധിമുട്ടുകൾ വരാം. പാറമേൽ നിൽക്കുക, സഭയോട് ചേർന്ന് നിൽക്കുക. നിങ്ങളെ തകർക്കാൻ ഒരു സാത്താൻ്റെ കൂടാരത്തിനും സാധിക്കില്ല.